മലയാളം ഫെലോഷിപ്പ് ചർച്ച് നടക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ഇന്ന് പകൽ ക്ഷണിച്ചതായ കർത്താവിന്റെ ശ്രേഷ്ഠദാസി സിസ്റ്റർ ഫേബ വർഗീസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. ഒപ്പം തന്നെ ആമേൻ ഒത്തിരി പരിചിതമുള്ള മുഖങ്ങൾ ഞാൻ ഈ മീറ്റിംഗിൽ കാണുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മോളിക്കുട്ടി നയനാൻ ആന്റി, ആമേൻ, എന്റെ ശുശ്രൂഷയുടെ ആരംഭ നാളുകളിലൊക്കെ ഒത്തിരി ആമേൻ എനിക്ക് കൈത്താങ് തന്ന ഒരു കർത്തൃദാസിയാണ്. ഇപ്പോഴും ആ സ്നേഹത്തിൽ തുടരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. സിസ്റ്റർ നിമ്മി ജോസ്, അതുപോലെ ഡോക്ടർ ആശ, ഇനി അനേകം പരിചയമുള്ള മുഖങ്ങൾ ഉണ്ടായിരിക്കാം. എല്ലാവരെയും ഒന്നും എനിക്ക് ഈ സൂമിലൂടെ ആമേൻ ഇനി പറയുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ആമേൻ. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടിയ കർത്താവിന്റെ മകള് പ്രിയ ജിറ്റി ജോസ്, പല വേദികളിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവ് അവസരങ്ങളെ തന്നിട്ടുണ്ട്. ഇന്ന് പകലും ആ പ്രിയ പൈതലിനെ പരിശുദ്ധാത്മാവ് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ആരാധിക്കുവാനായിട്ട് ആമേൻ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് നന്ദി പറയുന്നു. പ്രെയർ വാരിയേഴ്സിലെ അനേക സഹോദരിമാർ, എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ പേരുകൾ മാത്രമേ അതിനകത്ത് കാണാറുള്ളൂ. പക്ഷെ ഇന്ന് ആമേൻ മുഖങ്ങളെ ആമേൻ ഇങ്ങനെ നേരിട്ട് കാണുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തു. കർത്താവിന്റെ സ്നേഹത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ അനേക മീറ്റിങ്ങുകളിൽ തിരുവചനം ആമേൻ പങ്കുവയ്ക്കുവാനും സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുവാനും ഒക്കെ ദൈവം തരുന്ന ആ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ആ തിരുവചനത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെയും നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് എന്റെ കർത്താവ് പറഞ്ഞു. ഒരുപക്ഷെ ഇത് ആമേൻ അതിന്റെ ഒരു ആമേൻ അക്ഷരാർത്ഥത്തിലുള്ള ഒരു പ്രാവർത്തികമായ അനുഭവമായിട്ട് ഞാനിതിനെ കണക്കാക്കിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഭൂലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഭവനത്തിന് അകത്തിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ നൈജീരിയയിലും സിംഗപ്പൂരിലും UK-യിലും USA-യിലും എല്ലാം അവരവരുടെ ആ ദേശങ്ങളിൽ അവരവരുടെ മുറികളിൽ ആമേൻ എന്റെ ശബ്ദവും എന്റെ സാക്ഷ്യവും ചെല്ലുന്നുണ്ട്. ഇത് അപ്പന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തിയാണെന്ന് ഞാൻ പറയുവാൻ ഇടയായിത്തീർന്നു. അവൻ ദൈവമക്കളെ, കർത്താവിന്റെ ആ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രി ആമേൻ ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിന്റെ ദാസിമാരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി. അപ്പോൾ തന്നെ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ വളരെ നേരത്തെ തന്നെ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു നിയോഗം തന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആമേൻ ഒരു തിരുവചനം, ഞാൻ എന്റെ പ്രസംഗ വിഷയം അതല്ല, പക്ഷെ പ്രാരംഭത്തിൽ അത് ഓർപ്പിച്ച് ഞാൻ എന്റെ മെസ്സേജിലേക്ക് കടക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരു വാക്യം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ഇന്ന് ഈ മീറ്റിംഗിലായിരിക്കുന്ന ചില വ്യക്തികളോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് ദയവായിട്ട് അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിന്റെ ആമേൻ അവസാന ഭാഗങ്ങളും 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗങ്ങളും, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ആമേൻ. അതിന്റെ 13-ാമത്തെ വാക്യം, അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പല കുടുംബങ്ങളുടെ അകത്തും ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിലൂടെ പറഞ്ഞതുപോലെ ആമേൻ ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിപ്പോയി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ ഹൃദയവേദനയോടെ ആയിരിക്കുന്ന എന്റെ സഹോദരിമാരെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് പറയുവാൻ ആമേൻ സ്തോത്രം ഒരു വാഗ്ദത്തമുണ്ട്. എന്റെ ജനമേ, മുടിഞ്ഞുപോയെന്ന് പറയുന്ന എന്റെ ജനമേ, ഞങ്ങൾ അശേഷം ഉണങ്ങിപ്പോയെന്ന് പറയുന്ന എന്റെ ജനമേ, ആമേൻ ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിപ്പോയി, ഞങ്ങൾ മുടിഞ്ഞുപോയി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഇനി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം ആരോഗ്യപരമായ വിഷയത്തിലാകട്ടെ, ആമേൻ ഭാവിയെ കുറിച്ചുള്ള വിഷയത്തിലാകട്ടെ, തലമുറകളുടേതായ വിഷയത്തിലാകട്ടെ ഭാരപ്പെടുന്ന എന്റെ ജനമേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആമേൻ നിങ്ങളെ നോക്കി എന്നെ നോക്കി പറയുന്നു, ആമേൻ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ശവക്കുഴി എന്ന് പറയുന്നത് എല്ലാറ്റിന്റെയും അവസാനമാ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയ സ്ഥാനമാണ്. എന്നാൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആമേൻ അതിന്റെ അകത്ത് നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന്. ഹല്ലേലൂയ. ശവക്കുഴിയെ തുറക്കുക മാത്രമല്ല, ആമേൻ നിന്റെ പ്രത്യാശ എന്തായിരുന്നു, നിന്റെ പ്രതീക്ഷ എന്തായിരുന്നു, അതിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്ന ആമേൻ സർവശക്തനായ ദൈവമാണ് ഇന്ന് പകലും സംസാരിക്കുന്നത്. ആമേൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം.
ഹല്ലേലൂയ. ഒരു ദിവസം കൂടെ ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് ആമേൻ ആയുസ്സും ആരോഗ്യവും തന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ ആമേൻ അവിടുന്ന് നമ്മളെ കൊണ്ടുവന്ന ദയക്കായി നമുക്ക് ഒരുമിച്ച് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ കരം എത്രയോ അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തി. കഴിഞ്ഞ ഓരോ നാളുകളിലും ദൈവം നമ്മെ പരിപാലിച്ച വഴികൾ ഓർത്ത്, വിധങ്ങൾ ഓർത്ത്. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാ തരങ്ങളും തുറന്ന് അന്യഭാഷയിൽ ആരാധിക്കുവാൻ കഴിയുന്നവർ ആമേൻ ആത്മാവിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് പകൽക്കാലം ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ വ്യാപരിക്കട്ടെ. നമ്മുടെ തലമുറകളുടെ മേലത് വ്യാപരിക്കട്ടെ. ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ അത് വ്യാപരിക്കട്ടെ. ആമേൻ മുടിഞ്ഞുപോയെന്നും പ്രത്യാശയ്ക്ക് ഭംഗം വന്നെന്നും ആമേൻ ഉണങ്ങിപ്പോയെന്നും ഭാരലെ പ്രതീക്ഷിക്കാൻ വകയില്ലെന്നും പറഞ്ഞ് ആമേൻ ശവക്കുഴിയുടെ അകത്ത് കിടക്കുന്ന ചില വിഷയങ്ങളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ജീവിപ്പിച്ച് ആമേൻ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സർവശക്തന്റെ ആമേൻ വലിയ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും, ഞാൻ യഹോവയെന്ന് ദൈവജനം അറിയും, ഞാൻ യഹോവയെന്ന് ആമേൻ ജാതികൾ അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ യഹോവ അവർ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് അന്ന് ജാതികളുടെ ഇടയിൽ പറയുമെന്ന് ഹല്ലേലൂയ സംഗീതക്കാരൻ എഴുതിയിരിക്കുന്നത് പോലെ. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ അവിടുത്തെ തിരുക്കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏത് സ്ഥലങ്ങളിൽ ഇരുന്ന് അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്നുവോ അവരുടെ മേൽ അവിടുത്തെ സാന്നിധ്യം ഇന്ന് പകൽ അയക്കുമാറാകണം കർത്താവേ. അങ്ങയുടെ വചനത്തിന്റെ വിടുതൽ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കണം കർത്താവേ. ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണല്ലോ. ഞങ്ങളുടെ പ്രതീക്ഷകൾ അറ്റുപോയ സ്ഥാനത്ത് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രതീക്ഷകളെ കർത്താവേ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. നന്ദിയപ്പാ. ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ആമേൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങളിൽ ഞങ്ങൾ അറിയാതെ ദൈവത്തിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രപ്പാ. ആമേൻ അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രപ്പാ. ആമേൻ ഹല്ലേലൂയ. ചിതറിക്കിടക്കുന്ന ചിലതിനെയൊക്കെ ഇന്ന് പകൽ കർത്താവേ ഹല്ലേലൂയ ഈ സമയത്ത് അവിടുന്ന് കർത്താവെ ഒരുമിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ, സഭകളുടെ അകത്തളങ്ങളിൽ ചിതറിപ്പോയ ചില അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പണിയുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലത്തെ വചന ശുശ്രൂഷകയുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരണേപ്പാ. അടിയൻ കഴിവില്ലാത്തവനാണപ്പാ. ആമേനപ്പാ. കർത്താവേ, അങ്ങയുടെ കരം അടികളോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ അധരം അടികളുടെ അധരങ്ങളോട് കൂടെ ഇരിക്കണമപ്പാ. അവിടുന്ന് സംസാരിക്കണേപ്പാ, അവിടുന്ന് സംസാരിക്കണേപ്പാ. ആത്മാവിനാൽ ബലപ്പെടുത്തണേ പരിശുദ്ധാത്മാവെ. അങ്ങ് ഓരോ ഭവനങ്ങളുടെ മകത്തടങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളെ, ഹൃദയങ്ങളെ ഇന്ന് പകൽക്കാലത്തോട് മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ തിരുക്കരത്തിൽ ഞങ്ങളെ ഭരമേൽപ്പിക്കുകയാണ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വം തിരുമേനിക്ക് പുത്രനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന യാചനകളും കൃപയോട് കേൾക്കണേ പരിശുദ്ധ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസി ഫേബ സിസ്റ്ററോടും പ്രത്യേകിച്ചും ആമേൻ ഞാൻ വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസിമാരെ ആമേൻ പ്രാർത്ഥനയിൽ ആമേൻ രാവും പകലും പോരാടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരുപറ്റം കർത്തദാസിമാർ ഇന്ന് ഈ കൂട്ടായ്മയിൽ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ അല്പസമയം ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കർത്താവ് തന്ന ഒരു തിരുവചനം ആമേൻ നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 106 അധ്യായം അതിന്റെ 31 വചനമാണ് ഇന്ന് അല്പസമയം നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 106 31. അത് എന്നേക്കും തലമുറ തലമുറയായി അവന് നീതിയായി എണ്ണിയിരിക്കുന്നു. സ്തോത്രം. വളരെ ആമേൻ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവചനമായിരിക്കാം ഇന്ന് ഈ ആമേൻ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. അതെന്നേക്കും തലമുറ തലമുറയായി അവന് നീതിയായി എണ്ണിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 19 പുസ്തകമായ സങ്കീർത്തനങ്ങളുടെ പുസ്തകം. നമുക്കറിയാം വേദപുസ്തകത്തിലെ ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം. 5 പുസ്തകങ്ങളായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. അതില് മനോഹരമായ 180 അധ്യായങ്ങളും 2461 അധ്യായങ്ങൾ ആമേൻ വാക്യങ്ങളുമുള്ള ഈ സങ്കീർത്തന പുസ്തകത്തിൽ 90 മുതൽ 106 വരെയുള്ള അധ്യായങ്ങൾ അടങ്ങിയ 4-ാം പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചനം. 106 31 തിരുവചനം. സ്തോത്രം. വളരെ ഒത്തിരി അവിടെ ഞാൻ ആ ഭാഗം അവിടെ വിട്ടിട്ട് നമ്മുടെ ആമേൻ ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ കടക്കട്ടെ. ആമേൻ സ്തോത്രം. ഇവിടെ വചനം പറയുന്നു, ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുകയാണ്, അത് എന്നേക്കും
എന്നേക്കും നിത്യകാലം നിത്യത വരെ തലമുറ തലമുറയായി അവന് നീതിയായി എണ്ണിയിരിക്കുന്നു. ഈ അവൻ എന്ന വ്യക്തി ഒരുപക്ഷെ നമുക്ക് സുപരിചിതനായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് അറിവില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മള് എന്നേക്കും തലമുറയായി നീതിയായി എണ്ണിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് അബ്രഹാമിനെ കുറിച്ചാണ്, അല്ലെ? നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കാറുള്ളത്. പുതിയ നിയമത്തിലും അനേക വേദഭാഗങ്ങൾ ഈ ഒരു വചനപ്രകാരം തന്നെ ഉണ്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു, ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഈ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ ഒരു വ്യക്തിത്വത്തെ പരിശുദ്ധാത്മാവ് എടുത്തു കാണിച്ചിട്ട് പറയാണ്, അത് അവൻ ചെയ്ത ഏതോ ഒരു പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ എന്നേക്കും, അവന് മാത്രമല്ല തലമുറയായി കർത്താവ് അത് നീതിയായി കണക്കിട്ടു. ആരാണ് ഈ അവൻ? എന്താണ് അവൻ ചെയ്ത പ്രവൃത്തി? ആമേൻ. അതാണ് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് ഓരോരുത്തരോട് സംസാരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ചില നാളുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ച, വ്യക്തിപരമായി എന്നോട് സംസാരിച്ച ഒരു തിരുവചനമാണ് ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്റെ ദൈവമക്കളെ, അതിന്റെ ആരാണ് അവൻ? അതിന്റെ 106-ാമത്തെ അധ്യായത്തിന്റെ തന്നെ 30-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു, അപ്പോൾ ഫീനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാകുകയും ചെയ്തു. അപ്പോൾ മനസ്സിലായി, ഫീനഹാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് അവന് എന്നേക്കും തലമുറയായി നീതിയായി കണക്കിട്ടു. നമുക്ക് ഈ ഫീനഹാസ് ആരാണെന്നും കൂടി ചിന്തിക്കണ്ടേ? ഫീനഹാസ് ആരാണ്? അവൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിയണമെങ്കിൽ അല്പം വേദപുസ്തകത്തിന്റെ ആ പഴയ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകണം. നമുക്കറിയാം, ദൈവത്തിന്റെ ജനം 430 സംവത്സരം മിസ്രൈമിൽ അടിമകളായി പാർത്തു എന്ന് നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാമിനോട് കർത്താവ് ഒരിക്കൽ അരുളി ചെയ്തൊരു വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്റെ സന്തതിയെ മടക്കി വരുത്തുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുവാനിടയായി. എന്നാൽ മിസ്രൈമിലുള്ള അനുഭവം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇസ്രായേൽ ജനം വളരെ പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ ആ വേദന, അവരുടെ ആ കഷ്ടത, അവരുടെ ആ പീഡനം, അവരുടെ ആ കണ്ണുനീര് സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരെ സഹായിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ദൈവജനത്തിന്റെ ആ നിലവിളി കേട്ട്, ദൈവജനത്തിന്റെ കഷ്ടത കണ്ട് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ഒരു മോശയെ ദൈവജനത്തിന്റെ വിടുതലിനു വേണ്ടി അവരുടെ നായകനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. മോശയെ കർത്താവ് ഇസ്രായേൽ ദേശത്തേക്ക് അയക്കുന്നു. അവിടെ മോശ പല കാര്യങ്ങളും പറയുന്നു, എനിക്ക് പോവാൻ കഴിയത്തില്ല, എനിക്ക് കഴിവില്ലാത്തവനാണ്, ഇതെല്ലാം പറയുന്നു. പക്ഷേ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോടൊപ്പം എന്റെ സാന്നിധ്യം പോകും. നിശ്ചയമായിട്ടും നീ മിസ്രൈമിൽ ചെല്ലണം, കഷ്ടത അനുഭവിക്കുന്ന എന്റെ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവരണം എന്ന് പറയാണ്. നമുക്കറിയാം, മോശെ മിസ്രൈം ദേശത്തേക്ക് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, യോസേഫിന്റെ കാലത്താണ് ഈ മിസ്രൈമിലേക്ക് ഇസ്രായേൽ ജനം കടന്നു വരുന്നത്. നമുക്കറിയാം, ക്ഷാമമുണ്ടായ കാലത്ത് യാക്കോബിനോടൊപ്പം അവന്റെ സന്തതി പരമ്പരകൾ എല്ലാം കൂടെ യോസഫിനോട് ഒരുമിച്ച് മിസ്രൈമിൽ വരുന്നു. അവരവിടെ പാർക്കുന്നു, അവരവിടെ വലിയൊരു ജാതിയായിത്തീരുന്നു. അങ്ങനെ ദൈവജനം വർദ്ധിച്ച് പെരുകി വന്നപ്പോൾ ഇവർ ഇനി നമ്മെ തന്നെ കീഴടക്കുമെന്നുള്ള ചിന്ത മിസ്രൈമ്യർക്ക് വന്നപ്പോഴാണ് അവർ പീഡനങ്ങളിലൂടെ ദൈവജനത്തെ ഉപദ്രവിക്കുവാൻ തുടങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഈ മോശയെ കർത്താവ് ഈ മിസ്രൈം ദേശത്തേക്ക് അയക്കുന്ന സമയത്ത് യോസെഫിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ, മോശ ചെന്ന് പറയാണ്, യഹോവ എന്നെ അയച്ചിരിക്കുന്നു, നിങ്ങൾ ഇവിടെ നിന്നും വാഗ്ദത്ത കനാലിലേക്ക് കൊണ്ടുപോകുവാൻ യഹോവ എന്നെ അയച്ചു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അവര് മോശയെ വിശ്വസിക്കുമോ? അവര് മോശയോടൊപ്പം പോകുമായിരുന്നോ? അവര് പറയും, ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, ഇവിടെ നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കുക, ഞങ്ങളുടെ ആടുമാടുകൾ പെറ്റുപെരുകുന്നു, ഞങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ട്, ഫറവോൻ ഞങ്ങൾക്ക് എല്ലാ സമൃദ്ധിയും തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നിന്നോടൊപ്പം വാഗ്ദത്ത കനാലിലേക്ക് പോകാൻ വരത്തില്ലെന്ന് പറയുമായിരുന്നു. പക്ഷേ
ദൈവജനം കഷ്ടത അനുഭവിച്ച സമയത്ത്, ദൈവജനം പീഡ അനുഭവിച്ച സമയത്ത് അവരെ രക്ഷിക്കുവാൻ വേണ്ടി ആമേൻ ഒരു മോശ കടന്നു വന്നപ്പോൾ അവർ മോശയെ വിശ്വസിക്കുകയാണ്. മോശയുടെ പുറകെ ഇറങ്ങിത്തിരിക്കുക. അവർക്ക് മിസ്രൈമിലെ നന്മകൾ ഇനി ഒന്നും വേണ്ട. അവർ അനുഭവിച്ച ആ കഷ്ടതകൾ അവർക്ക് മോശയുടെ പുറകെ ഇറങ്ങിത്തിരിക്കുവാൻ ഒരു മുഖാന്തരമായി തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിമാരോട് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാ. എല്ലാം സമൃദ്ധമാണെങ്കിൽ, എല്ലാം സന്തോഷമാണെങ്കിൽ, എല്ലാ പ്രാർത്ഥനകൾക്കും കർത്താവ് ഉത്തരം തന്ന നമുക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലേ. പ്രാർത്ഥിക്കേണ്ട, കൂട്ടായ്മ വേണ്ട, എല്ലാം അങ്ങനെ അങ്ങനെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ. പക്ഷേ ജീവിതത്തിന്റെ കഷ്ടതകളുടെ സമയത്താണ് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ ഇടയാകുന്നത്. ഇന്ന് പകൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരിമാരെ, തിരുവചനം പറയുന്നു, നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. കഷ്ടത വരുമ്പോൾ ദൈവജനം ദൈവത്തോട് നിലവിളിക്കും. സ്തോത്രം. പുതിയ നിയമത്തിൽ നമ്മൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം വായിക്കുന്നുണ്ട്. ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർ ഈ ലോകത്തിലെ നന്മകളെക്കാൾ അവർക്ക് വേണ്ടി ഒരുക്കുന്ന ആ വാഗ്ദത്ത നാടിനു വേണ്ടിയാ പിന്നീടുള്ള അവരുടെ പ്രതീക്ഷകളും പ്രത്യാശയുമെല്ലാം. ഹല്ലേലൂയ. തിരുവചനം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 40-ാം വാക്യത്തിൽ മനോഹരമായ ഒരു വചനമുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെയും മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടു. എന്റെ ദൈവമക്കളെ, കർത്താവ് അബ്രഹാമിനോട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു വാഗ്ദത്തമുണ്ട്. 430 സംവത്സരം കഴിഞ്ഞിട്ട് നിന്റെ മക്കളെ ഞാൻ മിസ്രൈമിൽ നിന്ന് മടക്കി കൊണ്ടുവരുമെന്ന്. ആ വാഗ്ദത്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു. ആ 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ, സ്തോത്രം, ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്റെ സഹോദരിമാരോട് പറയാം, കഴിഞ്ഞ നാളുകളില് ദൈവം അരുളി ചെയ്ത ചില വാഗ്ദത്തങ്ങളുണ്ട് നിന്നെ കുറിച്ച്. നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ തലമുറകളെ കുറിച്ച് കർത്താവ് ചെയ്ത വാഗ്ദത്തങ്ങൾ ആ ദിവസം തന്നെ അത് നിറവേറുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ദൈവം എന്നോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ അത് നിറവേറ്റുവാൻ ദൈവം ശക്തനാ. നീണ്ട 430 വർഷങ്ങൾക്ക് മുൻപാണ് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ സ്തോത്രം, ദൈവജനം ഒരുപക്ഷെ ആ ദിവസങ്ങൾ മറന്നു കാണാം, ദൈവജനം ആ സംവത്സരങ്ങൾ മറന്നു കാണാം. പക്ഷേ സ്വർഗത്തിലെ ദൈവം മറന്നില്ല. 430 വർഷം കഴിഞ്ഞ് ആ ദിവസം തന്നെ ദൈവത്തിന്റെ ജനത്തെ കർത്താവ് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ ഇടയായിത്തീർന്നു. എന്റെ സഹോദരങ്ങളെ, ദൈവം അരുളി ചെയ്തത് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നിവർത്തിക്കും. സ്തോത്രം. ഇനി ഞാൻ എന്റെ നാം വായിച്ച വേദഭാഗത്തുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരട്ടെ. അങ്ങനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് സ്തോത്രം, മോശയുടെ നേതൃത്വത്തിൽ ദൈവജനം വാഗ്ദത്ത നാടിലേക്ക് യാത്രയാകുകയാണ്. അവർക്ക് കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു സമാഗമന കൂടാരം ഉണ്ടാക്കണം. ആ സമാഗമന കൂടാരത്തിൽ ദൈവജനത്തിനും ദൈവത്തിനും ഇടയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അഹരോൻ എന്ന് പറഞ്ഞ മോശയുടെ സഹോദരനെയും അവന്റെ 4 പുത്രന്മാരെയും കർത്താവിന്റെ സ്തോത്രം ആലോചനയാൽ മോശയുടെ നേതൃത്വത്തിൽ അഭിഷേകം ചെയ്യുന്നതായിട്ട് നമ്മൾ ലേവ്യ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന ഇതാണ്: ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് ദൈവജനം മുഴുവനും മോശയുടെ നേതൃത്വത്തിൽ സമാഗമന കൂടാരത്തിന്റെ മുൻപിൽ എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. അവരുടെ മുൻപിൽ വെച്ച് മോശ ദൈവം കൽപ്പിച്ച ക്രമപ്രകാരം അഹരോനെയും അവന്റെ മക്കളായ നാദാബ്, അബീഹു, എലയാസാർ, ഈഥാമാർ ഇവരെല്ലാം കൂടി അവിടെ വെച്ച് അഭിഷേകം ചെയ്യാണ്. അഭിഷേകം ചെയ്യപ്പെട്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി, പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു അപ്പനും അദ്ദേഹത്തിന്റെ 4 പുത്രന്മാരും അഭിഷേകം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അവിടെ നടക്കുക. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഒരു പാസ്റ്ററൽ ഓർഡിനേഷൻ അവിടെ നടക്കുകയാണ്. ഓർഡിനേഷൻ ശുശ്രൂഷയില് സകല ഇസ്രായേൽ മക്കൾ അവിടെ കൂടി വന്നിട്ടുണ്ട്. അവരുടെ നടുവിൽ ദൈവത്തിന്റെ അഭിഷേകത്താൽ, ദൈവത്തിന്റെ കൃപയാൽ കർത്താവിന്റെ അഭിഷിക്തനായ മോശയെ സ്തോത്രം അഭിഷേക തൈലം അവരുടെ തലമേൽ ഒഴിച്ച് ദൈവം കൽപ്പിച്ച ക്രമപ്രകാരം അവർ ധരിക്കേണ്ട വസ്ത്രങ്ങൾ, അവർ ആയിരിക്കേണ്ട അനുഭവങ്ങൾ, അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കേണ്ട അനുഭവങ്ങൾ, ഇതെല്ലാം ചെയ്ത് അഹരോനെയും അവന്റെ പുത്രന്മാരെയും അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുകയാണ്. എന്നാൽ
ആമേൻ. ദൈവത്തിന് ജനമേ, തൊട്ടടുത്ത ആമേൻ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 10-ാമത്തെ അധ്യായം. 8-ാമത്തെ അധ്യായത്തിൽ അവരെ അഭിഷേകം ചെയ്ത ദൈവിക വേലയ്ക്ക് വേണ്ടി കർത്താവ് അവരെ വേർതിരിക്കുമ്പോൾ, 10-ാം അധ്യായത്തിൽ അഹരോന്റെ മക്കളായ നാദാബും അബീഹുവും തങ്ങളോട് കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യം ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് ധൂപവർഗവും ഇട്ട് ദൈവസന്നിധിയിൽ അവർ അന്യാഗ്നി കത്തിക്കുന്നതായിട്ട് ആമീൻ നാം ദൈവവചനത്തിൽ വായിക്കുന്നു. അവിടെ സംഭവിച്ചത് എന്തെന്നറിയാമോ? 2 അധ്യായങ്ങൾക്ക് മുൻപ് സകല ജനത്തിന്റെ മുൻപിൽ സന്തോഷത്തോടെ അഹരോനും തന്റെ 4 പുത്രന്മാരും അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ, 2 അധ്യായങ്ങൾ കഴിഞ്ഞ് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി സ്തോത്രം, അഹരോന്റെ 2 പുത്രന്മാരെ അവിടെ വെച്ച് ദഹിപ്പിച്ചു കളയുകയാണ്. ഹല്ലേലൂയ. നാദാബും അബീഹുവും സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി നശിപ്പിക്കപ്പെടുക. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, ദൈവത്തിന്റെ സന്നിധി എന്ന് പറയുന്നത് വളരെ ഭയത്തോടെ നാം ഇരിക്കേണ്ട ഇടമാ. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിനകത്തിരുന്നായിരിക്കാം ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ നാം ആയിരിക്കുന്നത്. എന്നാൽ നാം ഇരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയാണെന്നുള്ള ഒരു ബോധത്തോടെ ആയിരിക്കണം ഹല്ലേലൂയ ഇന്ന് പകലും നാം ആയിരിക്കേണ്ടത്. ദൈവമക്കളെ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവന്റെ മുൻപിൽ ഹല്ലേലൂയ വളരെ ഭയത്തോടെ, വളരെ ഭക്തിയോടെ ഈ ദിവസങ്ങളിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നോക്കി പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടെങ്കിലും ദൈവസന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചത് കൊണ്ട് സ്തോത്രം, പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട 2 ഭക്തന്മാർ ദൈവത്തിന്റെ സന്നിധിയിൽ പിടഞ്ഞു മരിക്കുക. സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി സ്തോത്രം അവരെ ദഹിപ്പിച്ചു കളയുമ്പോൾ ലേവ്യ പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്ന വചനം ഇങ്ങനെയാണ്: അഹരോനോ മിണ്ടാതിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10-ാം അധ്യായം 6-ാം വാക്യം. മോശെ അഹരോനോടും അവന്റെ പുത്രന്മാരായ എലെയാസാറിനോടും ഈഥാമാറിനോടും പറയുന്ന വാക്കുകൾ: നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത്, നിങ്ങളുടെ വസ്ത്രം കീറരുത്. നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ ഗൃഹമൊക്കെയും ഇത് നിമിത്തം കരയട്ടെ. നിങ്ങളോ മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു: മോശയുടെ വചനം പോലെ തന്നെ അവർ ചെയ്തു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ഭക്തൻ, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ഇടിവി നിൽക്കുവാൻ സമാഗമന കൂടാരത്തിൽ കർത്താവിന്റെ തേജസ് ഇറങ്ങുന്നിടത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ട ഒരു ഭക്തൻ തന്റെ ജീവിതത്തിൽ തന്റെ 2 മക്കളും തന്റെ കണ്ണിന്റെ മുൻപിൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ മിണ്ടാതിരിക്കുക, ആ മനുഷ്യൻ കരയാതിരിക്കുക, ആ മനുഷ്യൻ തന്റെ തലമുടി പിച്ചിപ്പറിക്കാതെ, തന്റെ വസ്ത്രം കീറി പറിക്കാതെ, ദൈവത്തിന്റെ മുമ്പിൽ തന്റെ ജനത്തിന് ഒരിക്കലും ഒരു തിന്മ ഭവിക്കരുത് അതിന്റെ ആ ഒരു ചിന്ത നിമിത്തം താൻ മിണ്ടാതിരിക്കുന്ന ഒരനുഭവം. ഇന്ന് പകലെന്നെ കേൾക്കുന്ന സഹോദരിമാരെ, കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർ, കർത്താവിന്റെ ദാസിമാർ, അവർ അനുഭവിക്കുന്ന മനോവേദനകൾ നമ്മൾ ആരെങ്കിലും കാണാറുണ്ടോ? നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവർക്കൊരു ഹല്ലേലൂയ ഒരു ദോഷം സംഭവിക്കാതിരിപ്പാൻ, ദൈവജനത്തിന്റെ ഇടയിൽ യാതൊരു പ്രയാസങ്ങളും വരാതിരിപ്പാൻ ഒരു ഭക്തൻ മിണ്ടാതിരിക്കുകയാണ്. തന്റെ മക്കൾ മരിച്ചു കിടക്കുമ്പോൾ അവർക്ക് വേണ്ടി കരയുവാൻ, എന്റെ കുഞ്ഞുങ്ങൾ പോയല്ലോ എന്നോർത്ത് വിലപിക്കുവാൻ ആ ഭക്തന് കഴിയുന്നില്ല. എന്തെന്നറിയാമോ? തന്റെ തലയിൽ ഒരു അഭിഷേക തൈലം വീണതാ. താനൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാ. ജനത്തിന്റെ മുമ്പിൽ കരയുവാൻ തനിക്ക് അവകാശമില്ല. തന്റെ വേദന മുഴുവൻ ഹൃദയത്തിൽ അടക്കിക്കൊണ്ട് താൻ ദൈവത്തിന്റെ മുൻപാകെ കരയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിമാരോട് പറയാം, ഞങ്ങളും കർത്താവിന്റെ വേല ചെയ്യുന്നവരാ. എത്രമാത്രം ഭാരങ്ങളും വേദനകളും നിന്ദകളും എല്ലാം ഈ കർത്താവിന്റെ വേലയുടെ മുഖത്തുണ്ടെന്നറിയാമോ? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ ഓർത്തുകൊണ്ട് അവരുടെ ഭാരങ്ങൾ ഓർത്തുകൊണ്ട്, അവരുടെ വേദനകൾ ഓർത്തുകൊണ്ട്, അവരുടെ കഷ്ടങ്ങൾ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കടമ ദൈവജനമാകുന്ന നമുക്കുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ. നമ്മളെ തിരുവചനത്തിലെ എബ്രായ ലേഖനം 13:17 നമ്മൾ വായിക്കുന്നല്ലോ: നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. എന്റെ സഹോദരങ്ങളെ, ഞങ്ങൾ ദൈവമക്കളുടെ മുൻപാകെ കരയത്തില്ല. കാരണം എന്തെന്നാൽ ഞങ്ങൾക്ക് വേദന ഇല്ലാഞ്ഞിട്ടല്ല,
ഞങ്ങൾക്ക് ഭാരങ്ങളില്ലാഞ്ഞിട്ടല്ല. ആമേൻ. ഞങ്ങളുടെ വേദന മുഴുവൻ ഞങ്ങൾ കർത്താവിനോട് പറയും. ദൈവജനം അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചു പറയുമ്പോൾ, ആന്റി കാലുവേദനയാ, ആന്റി തലവേദനയാ, നടുവിന് വളരെ ബുദ്ധിമുട്ടാ, ആമേൻ, ഹല്ലേലൂയ, സാമ്പത്തികമായി ഞെരുങ്ങിയ, വാസ്തവത്തിൽ ഇതിലൂടെ എല്ലാം ഞങ്ങളും കടന്നു പോകുന്നവരാ. പക്ഷെ ഞങ്ങൾക്ക് ദൈവജനത്തോട് പറയാൻ കഴിയത്തില്ല, സഹോദരിമാരെ, ഞങ്ങളും ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്ന് പറയത്തില്ല. മറിച്ച് അവർക്ക് വേണ്ടി ഇടിമേൽക്കുവാൻ, അവർക്ക് വേണ്ടി കരയുവാൻ, അവരുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തിന്റെ മുൻപാകെ അവർക്ക് വേണ്ടി ഹല്ലേലൂയ ഞരങ്ങുവാൻ, നിലവിളിക്കുവാൻ, ആമേൻ, വിളിക്കപ്പെട്ട ദൈവദാസന്മാർ, ദൈവദാസിമാർ, ഇന്ന് പകൽ എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, അവർക്ക് വേണ്ടി കരയേണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ട ഒരു ദൗത്യം കൂടെ ദൈവമക്കളെ നമ്മെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നാം മറക്കാതിരിക്കട്ടെ. സ്തോത്രം. അങ്ങനെ തന്റെ സഹോദരന്മാർ മരിച്ചു കിടക്കുമ്പോൾ ആമേൻ, എലയാസാറും ഈഥാമാറും ഒന്നും മിണ്ടാതെ, ആമേൻ, സ്തോത്രം, അതിന്റെ മുൻപാകെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി അവർ തയ്യാറാകുകയാണ്. ആമേൻ. ഈ എലയാസാറിന്റെ, ആമേൻ, സ്തോത്രം, മകനായിരുന്നു പീനഹാസ് എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം ആമേൻ പുറപ്പാട് പുസ്തകം 6-ന്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അഹരോന്റെ മകനായ എലയാസാർ പൂത്തിയേലിന്റെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ചു. അവൾ അവന് പീനഹാസിനെ പ്രസവിച്ചു. അപ്പോ അതവൻ എന്നേക്കും നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന പീനഹാസ് ആരാണെന്നറിയാമോ? ആമേൻ, അഹരോന്റെ മകനായ എലയാസാറിന്റെ മകനാണ്, ആമേൻ, ഫീനഹാസ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയെങ്കിൽ ഫീനഹാസ് ചെയ്ത പ്രവൃത്തി എന്താണ് അവന്റെ ജീവിതത്തിൽ തലമുറ തലമുറയായി നീതിയായി കണക്കിട്ടു എന്ന് തിരുവചനത്തിൽ ഒരു വാക്യം അവനെ കുറിച്ച് പറയുവാൻ ഇടയാക്കി തീർത്തത്. ആ ഒരു അനുഭവം കൂടെ നമുക്ക് അവൻ ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ജനം ശിത്തീമിൽ പാളയം ഇറങ്ങിയിരിക്കും. നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവരെ ആ മരുഭൂമി നടത്തുവാൻ വേണ്ടി കർത്താവ് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി കർത്താവ് അവരോട് കൂടെയുണ്ട്. അവരുടെ ഓരോ ആവശ്യങ്ങളിലും കർത്താവിന്റെ കരം അവരോട് കൂടെ ഇരിക്കുക. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവജനത്തിന്റെ യാത്രയില് സ്തോത്രം, അവർക്ക് ഭക്ഷണം ആവശ്യമായപ്പോൾ മരുഭൂമി കർത്താവ് അവർക്ക് മന്ന കൊടുത്തു. സ്തോത്രം, തീക്കൽ പാറയിൽ നിന്ന് അവർക്ക് ജലം കുടിപ്പാൻ കൊടുത്തു. സ്തോത്രം, അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. എത്ര അത്ഭുതകരമായി ദൈവം തന്റെ ഭക്തന്മാരെ നടത്തി. ഇത്രയും അത്ഭുതങ്ങൾ കണ്ട്, ഇത്രയും ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ച ജനം ശിത്തീമിൽ പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്ന വചനം ഇതാണ്: ഇസ്രായേൽ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം ചെയ്തു തുടങ്ങി. മോവാബ്യ സ്ത്രീകൾ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്കായി ഇസ്രായേൽ ജനത്തെ വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. എന്റെ സഹോദരങ്ങളെ, കർത്താവ് കൊടുത്ത 10 കൽപ്പനകൾ 1-ാമത്തെ കൽപ്പന എന്തെന്നറിയാമോ? മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. എന്നാൽ ഇത്രയും നന്മ കർത്താവിൽ നിന്ന് അനുഭവിച്ച് പീഡനത്തിൽ നിന്ന് വിടുവിച്ച് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായിരുന്ന് അവരുടെ വസ്ത്രം ജീർണിച്ചു പോകാതെ, അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോകാതെ അവർക്ക് മന്ന കൊടുത്ത് സ്തോത്രം, ഹല്ലേലൂയ, അവരെ ഏലീമിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് ഇത്രയും ശ്രേഷ്ഠമായി നടത്തിയ ദൈവത്തെ മറന്ന് ജനം ശിത്തീമിൽ പാളയം ഇറങ്ങിയിരിക്കുന്ന സമയത്ത് അവർ മോവാബ്യ സ്ത്രീകളുമായി പരസംഗം ചെയ്തു. നമ്മള് യൂദായുടെ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ബിലയാമിന്റെ വഞ്ചന. ഹല്ലേലൂയ, സ്തോത്രം. ബാലാക്ക് ബിലയാമിനെ വിളിച്ചു കൊണ്ടുവന്ന് ദൈവജനത്തെ ശപിക്കുവാൻ കൊണ്ടുവരിക. എന്നാൽ ബിലയാമിന്റെ വായില് സ്തോത്രം, ശാപത്തിന് പകരം ദൈവം അനുഗ്രഹം കൊടുത്തു. ദൈവജനത്തെ ശപിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അവൻ പല സ്ഥലങ്ങളിലും ബാലാക്ക് അവനെ കൊണ്ടുപോയി നിർത്തിയാണ്. എന്നാൽ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ദൈവജനത്തെ നോക്കുന്ന മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അവരോടുകൂടെയുണ്ട്. ഇസ്രായേലിന്റെ ദൈവം അവരുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ജനമുണ്ടല്ലോ. ഇപ്പോൾ സംഭവിച്ചത് എന്തെന്നറിയാമോ? ബിലയാമിന്റെ ഉപദേശപ്രകാരമാണ്. സത്യത്തില് ബാലാക്ക് ബിലയാമിന് ഉപദേശിച്ചു കൊടുത്ത ചില ഉപദേശങ്ങൾ നിമിത്തമാണ് ജനം ഇപ്രകാരം പരസംഗം ചെയ്യുവാനുള്ള അനുഭവത്തിലേക്ക് വരുവാനിടയായി. മോവാബ്യ സ്ത്രീകളുമായി പരസംഗം ചെയ്ത് തങ്ങളെ കൊണ്ടുവന്ന, തങ്ങളെ രക്ഷിച്ച, തങ്ങളെ മിസ്രയീമിന്റെ
അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ, സർവശക്തനായ അത്യുന്നതനായ ദൈവത്തെ മറന്നുകൊണ്ട് ആമേൻ ദൈവജനം എന്ന് പേർ വിളിക്കപ്പെട്ടവർ ഇപ്പോൾ ചെയ്യുന്നത് എന്തെന്നറിയാമോ? മോവാബ്യ ദൈവങ്ങളുടെ പുറകെ പോയി അവരുടെ ബലികളെ തിന്ന് ആമേൻ സ്തോത്രം ദൈവത്തിന് വിരോധമായി ആമേൻ ദൈവിക പ്രമാണങ്ങളെ മറന്ന് ജീവിച്ചപ്പോൾ ഹല്ലേലൂയ, നമ്മള് അടുത്ത വചനത്തിൽ വായിക്കുന്നത് എന്തെന്നറിയാമോ? അവർ ബാൽ പെയോരിനോട് ചേർന്നു. ഇസ്രായേൽ മക്കള് ദൈവത്തെ ആരാധിച്ച ദൈവത്തിന്റെ മക്കൾ ബാൽ പെയോറിനോട് ചേർന്ന് ആമേൻ ഭൂതങ്ങൾക്കുള്ള ബലികളെ തിന്നു. എന്റെ സഹോദരങ്ങളെ, ഇവിടെ സംഭവിച്ചത് എന്തെന്നറിയാമോ? ആമേൻ സ്തോത്രം ദൈവജനത്തിന്റെ ഇടയിൽ ആമേൻ നമുക്കറിയാം ബാൽ പെയോർ എന്ന് പറയുന്നത്, ബാൽ എന്ന് പറയുന്നത് ആമേൻ അവരുടെ ഒരു ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവം എവിടെയാണോ ആ ദൈവത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത് ആ സ്ഥലത്തിന്റെ പേരിലാണ് ആ ദൈവം അറിയപ്പെടുന്നത്. നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ ബാൽ താമാർ, ബാൽ ഹെർമോൻ, ബാൽ ഗാദ്, ബാൽ ഹാസോർ, ഇങ്ങനെ പല പേരുകളിൽ ആ ദൈവം അറിയപ്പെടുന്നുണ്ട്. ഇവിടെ പെയോറിൽ കൊണ്ടുവന്ന് പെയോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട ബാലിന്റെ വിഗ്രഹത്തെ, അതാണ് ബാൽ പെയോർ എന്ന് പറയുന്നത്. ആ ദൈവത്തെ ഈ ജനം ആരാധിച്ചപ്പോൾ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ അവിടെ വായിക്കുന്ന വചനം ഇതാണ്. ഹല്ലേലൂയ, ബാൽ പെയോറിനോട് ചേർന്ന് മ്ലേച്ഛമായ നിലയിൽ ജീവിച്ച ദൈവത്തിന്റെ മക്കളെ ആമേൻ തൂക്കിക്കൊല്ലുവാൻ ദൈവം മോശയോട് അരുളി ചെയ്തു. മാത്രമല്ല ന്യായാധിപന്മാർ ഈ വിധി നടപ്പാക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ കോപത്തിന്റെ ബാധ ഇസ്രായേൽ മക്കളുടെ പാളയത്തിനകത്ത് ഇറങ്ങി വന്നു. ആമേൻ ഹല്ലേലൂയ, ദൈവജനം ഓരോരുത്തരായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു 24,000 പേർ ആമേൻ അന്ന് ആ ദിവസം ഹല്ലേലൂയ ഇസ്രായേൽ കൂടാരങ്ങളിൽ പട്ടുപോകുവാൻ ഇടയായി തീർന്നു. ആമേൻ ഒരു വശത്ത് ആമേൻ ദൈവജനത്തിന്റെ പ്രമാണികളെ തൂക്കിക്കൊല്ലുമ്പോൾ മറുവശത്ത് ദൈവത്തിന്റെ ബാധ ഇസ്രായേൽ ജനത്തിന്റെ കൂടാരങ്ങളുടെ അകത്തളങ്ങളിൽ ഇറങ്ങി വന്ന് ദൈവജനം ബാധയാൽ ആമേൻ മരിച്ചു വീഴുമ്പോൾ ആമേൻ മോശയും ആമേൻ സ്തോത്രം പുരോഹിതന്മാരും ആമേൻ സ്തോത്രം പ്രഭുക്കന്മാരും സമാഗമന കൂടാരത്തിന്റെ വാതുക്കലിരുന്ന് കരയുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരവിടെ നിന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ആമേൻ സ്തോത്രം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു ഇസ്രായേലിൻ ഒരു ആമേൻ മിദ്യാന്യ സ്ത്രീയുമായിട്ട് അവന്റെ അന്തഃപുരത്തിലേക്ക്, അവന്റെ കൂടാരത്തിലേക്ക് കയറിപ്പോകുന്ന കാഴ്ച കാണുകയാ. അർത്ഥം എന്തെന്നറിയാമോ? ആമേൻ ഹല്ലേലൂയ, അന്യ ദൈവങ്ങളെ സേവിക്കുന്നവരുമായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ അന്യരുമായിട്ട്, അന്യ ദൈവങ്ങളെ സേവിക്കുന്നവരുമായി ഇണയില്ലാപ്പിണ കൂടരുതെന്ന് പറഞ്ഞ് ആമേൻ വാഗ്ദത്തം കൊടുത്ത ദൈവത്തെ മറന്നുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ ദാസനാകുന്ന മോശയുടെ മുൻപിൽ, ദൈവത്തിന്റെ ദാസന്മാരാകുന്ന പ്രഭുക്കന്മാരുടെ മുൻപിൽ, ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ മുൻപിൽ, പുരോഹിതന്മാരുടെ മുൻപിൽ ഒരു ഇസ്രായേലിനായ യൗവനക്കാരൻ മറ്റൊരു സ്ത്രീയുമായിട്ട്, ഒരു ജാതീയ സ്ത്രീയുമായിട്ട് അവളുടെ കൂടാരത്തിലേക്ക് കയറിപ്പോകുന്ന കാഴ്ച ആമേൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആമേൻ ദൈവജനത്തിന്റെ ഇടയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മോശയുടെ ഇടയിൽ ഇരിക്കുന്ന ഫീനഹാസ് കണ്ടു. ഫീനഹാസ് ചെയ്തത് എന്തെന്നറിയാമോ? നമ്മൾ വായിക്കുന്ന വചനമിതാ. ഫീനഹാസ് അവിടെ നിന്ന് എഴുന്നേറ്റു. ഹല്ലേലൂയ, അവനോടി ഒരു കുന്തമെടുത്ത് ആമേൻ നേരെ ആമേൻ ആ ഇസ്രായേലിന്റെ കൂടാരത്തിനകത്തേക്ക് ചെന്ന് ആ ഇസ്രായേലിനെയും അവനോട് കൂടെയുള്ള സ്ത്രീയെയും കുത്തിക്കൊല്ലുവാനിടയായി തീർന്നു. അവിടെ സംഭവിച്ചത് എന്തെന്നറിയാമോ? ഈ ഒരു സംഭവം നിമിത്തം ദൈവത്തിന്റെ ബാധ അവിടെ നിർത്തലായി. ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫീനഹാസ് ചെയ്ത പ്രവൃത്തി എന്താ? ഒരു ജനം മുഴുവൻ ദൈവത്തിന്റെ ബാധയാൽ മരിച്ചു വീഴുമ്പോൾ, ഒരു ദൈവജനം മുഴുവൻ ആമേൻ ദൈവത്തിന്റെ കോപത്താൽ നശിച്ചു വീഴുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഒരു മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ, അത് മോശയല്ല, അത് പ്രവാചകന്മാരല്ല, അത് മറ്റു പുരോഹിതന്മാർ ആരുമല്ല. ആമേൻ എലയാസാറിന്റെ, അഹരോന്റെ മകനായ എലയാസാറിന്റെ മകനായ ഫീനഹാസ് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവന്റെ ഉള്ളിൽ തീഷ്ണതയോടെ ആമേൻ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആമേൻ കർത്താവിന്റെ നാമത്തിനു വേണ്ടി അവനൊരു പ്രവൃത്തി ചെയ്യുകയാണ്. ആമേൻ ദൈവത്തിന് വിരോധമായി, ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി ആമേൻ സ്തോത്രം ഈ വലിയ ബാധ, ഈ വലിയ ആമേൻ അനർത്ഥം ആമേൻ അവരുടെ കൂടാരത്തിൽ വരത്തക്കവണ്ണം പ്രവർത്തിച്ച ഒരു മനുഷ്യനെ അവൻ ഓടിച്ചെന്ന് തന്റെ കുന്തമെടുത്ത് കുത്തിക്കൊല്ലുകയാണ്. സംഖ്യാപുസ്തകം 25-10 വാക്യം അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഞാൻ എന്റെ തീഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന്
അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസാറിന്റെ മകൻ ഫീനഹാസ് എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി എന്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവന് എന്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തന്റെ ദൈവത്തിനു വേണ്ടി തീഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവനും അവന്റെ സന്തതിക്കും നിത്യ പൗരോഹിത്യത്തിന്റെ നിയമമാകുന്നു എന്ന് നീ പറയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മറ്റാർക്കും തോന്നാത്തൊരു കാര്യം ചെയ്യുവാൻ ഫീനഹാസ് എഴുന്നേറ്റു. എന്തിനു വേണ്ടി എന്നറിയാമോ? ദൈവം പറയാ അവനെ കുറിച്ച്, അവൻ എന്റെ സന്നിധിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിമാരെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചോദിക്കുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുവാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ല താനുമെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഹാലലൂയ, ഒരു പറ്റം ദൈവജനം നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ, ഒരു ദേശം നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ, ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ എഴുന്നേൽക്കുവാൻ, അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ ഹാലലൂയ, ഇന്ന് പകൽ എത്ര സഹോദരിമാർ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറുണ്ടെന്ന് ഹാലലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. എന്റെ സഹോദരിമാരോട് പറയാം, കർത്താവ് അവൻ ചെയ്ത പ്രവൃത്തി കണ്ടു. ഹാലലൂയ. ഒരു ഫീനഹാസ് എഴുന്നേറ്റ് ആ ഒരു പ്രവൃത്തി ചെയ്തതുണ്ട്. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, ജനത്തിന് വേണ്ടി അവൻ പ്രായശ്ചിത്തം കഴിച്ചെന്ന് അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്നവൻ, ജനത്തിന് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചവൻ, അവൻ ചെയ്ത ഒരു ചെറിയ പ്രവൃത്തി എന്ന് ഒരുപക്ഷെ അവന്റെ ദൃഷ്ടിയിൽ തോന്നിയിരിക്കാം. പക്ഷെ കർത്താവിന്റെ ദൃഷ്ടിയിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയായിരുന്നു. അല്ലെങ്കിൽ 24,000 പേരല്ല, സ്തോത്രം, ലക്ഷക്കണക്കിന് പേർ ഫീനഹാസേ, നീ എഴുന്നേറ്റ് ഈ ഒരു പ്രവൃത്തി ചെയ്യാതിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനം അന്ന് ദൈവത്തിന്റെ ബാധയാൽ മരിച്ചു വീഴുമായിരുന്നു. ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാം, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവി നിൽക്കുവാൻ, ഹല്ലേലൂയ, നശിച്ചു പോകുന്ന ദൈവജനത്തിന് വേണ്ടി ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ സ്തോത്രം, ഇന്നും അധപ്പതിച്ച് ആത്മീയ തീഷ്ണതയില്ലാതെ സ്തോത്രം അധപ്പതിച്ച് ജീവിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കുവാൻ, കർത്താവേ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുവാൻ, കർത്താവേ ഇവരുടെ പാപങ്ങളെ ഇവർക്ക് കണക്കിടരുതേ, അവർക്കൊരു മാനസാന്തരം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന സഹോദരിമാരെ, നമ്മെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയും, എന്റെ കുഞ്ഞ് ചെയ്ത ഈ പ്രവൃത്തിയുണ്ടല്ലോ, എന്റെ ലീല ചെയ്ത ഈ പ്രവൃത്തിയുണ്ടല്ലോ, എന്റെ ജയ ചെയ്ത ഈ പ്രാർത്ഥനയുണ്ടല്ലോ, എന്റെ ഫേമ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, അത് അവൾക്കും അവളുടെ സന്തതിക്കും എന്നേക്കും തലമുറയായി നീതിയായി കണക്കിടുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്റെ സഹോദരിമാരെ, കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവം നമ്മെയും ഹല്ലേലൂയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തവരാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, ദൈവത്തിന്റെ വിശുദ്ധ വംശമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നാമും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരാ, നാം ഓരോരുത്തരും പുരോഹിതന്മാരാ. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ മക്കളെ, ഒരു കാലത്ത് അന്ധകാരത്തിൽ കിടന്ന നമ്മെ സ്തോത്രം പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. രാജകീയ പുരോഹിത വർഗമായി നമ്മെ തിരഞ്ഞെടുത്തു. ഒരു പുരോഹിതന്റെ ശുശ്രൂഷ എന്താണ്? ദൈവജനത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന ശുശ്രൂഷ, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ദൈവജനത്തിന് വാങ്ങിക്കൊടുക്കുന്ന ശുശ്രൂഷ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മെ ഏൽപ്പിച്ച ആ ശുശ്രൂഷയിൽ എത്രത്തോളം നാം വിശ്വസ്തരാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ഫീനഹാസ് ചെയ്ത പ്രവൃത്തി ആരും അവനോട് പറഞ്ഞില്ല, മകനെ എഴുന്നേൽക്കാൻ പറഞ്ഞില്ല, നീ പോയി ആ കുന്തമെടുത്ത് ആ ശിക്ഷ ചെയ്യാൻ പറഞ്ഞില്ല, അങ്ങനെ നീ ചെയ്താൽ ഈ ബാധ നിർത്തലാകുമെന്ന് അവന് യാതൊരു അറിവുമില്ല. അവൻ തീഷ്ണതയോടെ എത്രമാത്രം ദൈവഭക്തനായിരുന്നു ഫീനഹാസ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ, ഈ ജനം, കർത്താവേ ദൈവത്തെ അറിഞ്ഞ ജനമാണല്ലോ, ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യുവാൻ കഴിയുന്നു, എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ജീവിക്കുവാൻ കഴിയുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ തീഷ്ണതയോടെ തന്റെ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ ആരും
ആരും പറയാതെ ഒരു ഭക്തൻ എഴുന്നേറ്റപ്പോൾ ആ ചെയ്ത പ്രവൃത്തി അവന് നീതിയായി എന്നേക്കും എന്നേക്കും. അവന് മാത്രമല്ല, അവന്റെ സന്തതിയുടെ മേൽ, ആമേൻ, അവന്റെ സന്തതിയുടെ മാത്രമല്ല, അവന്റെ സന്തതിയുടെ 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 മേലും ദൈവം അത് നീതിയായി കണക്കിട്ടു. കർത്തദാസിമാരെ, നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട്, നമ്മുടെ ഇരുണ്ട മുറിയുടെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് നിലത്തൊരു പായ വിരിച്ച് ആമേൻ നാം മുട്ടുമടക്കുന്നത് ആമേൻ മനുഷ്യർ കാണുന്നില്ല, സഭയിലെ പാസ്റ്റർ കാണുന്നില്ല, കൂട്ട സഹോദരങ്ങൾ കാണുന്നില്ലായിരിക്കാം. പക്ഷെ കാണുന്ന ഒരുവനുണ്ട് കേട്ടോ, എന്റെ സന്നിധിയിൽ നീതിയുള്ളവളാണെന്ന്. ആമേൻ, നമ്മെ കുറിച്ച് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം നമ്മെ കുറിച്ച് സാക്ഷ്യം പറയത്തക്കവണ്ണം, ഹല്ലേലൂയ, ദൈവത്തിന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കുവാൻ, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ അല്ല, നശിച്ചു പോകുന്ന ദൈവമക്കൾക്ക് വേണ്ടി, ദൈവമക്കൾ എന്ന് പേർ പറയപ്പെട്ടവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കണ്ടിരിക്കുക. നമുക്കറിയാം, ആത്മീയ ഗോളം അധപ്പതിച്ചുകൊണ്ടിരിക്കുക. ദൈവദാസന്മാരുടെ ഇടയിൽ, ദൈവമക്കളുടെ ഇടയിൽ ആമേൻ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അനുഭവങ്ങളാണ് ഇന്ന് ആത്മീയ ഗോളത്തിൽ നാം കാണുന്നത്. പുറമേ എല്ലാവരും ഭക്തന്മാരാ, വെള്ള ഉടുപ്പ് ധരിച്ചിട്ടുണ്ട്, പക്ഷേ അകമയോ ഹല്ലേലൂയ, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആമേൻ ശവക്കല്ലറയുടെ അനുഭവങ്ങൾ പോലെയുള്ള അനുഭവങ്ങൾ. ഇന്ന് പകൽക്കാലം എന്റെ പ്രിയപ്പെട്ട സഹോദരി ഞാന്മാരോട് ഞാൻ പറയാം, അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെ കാണുമ്പോൾ അവൻ അവരെ തള്ളിക്കളയുവാനല്ല, ഹല്ലേലൂയ, അവർ ചെയ്ത പ്രവൃത്തി മറ്റുള്ളവരോട് പറഞ്ഞു നടന്ന് ഒന്നുകൂടെ അവൻ ആ പ്രവൃത്തിയെ വലുതാക്കി കാണിക്കുവാനല്ല, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ. കർത്താവേ, എന്റെ സഹോദരി, കർത്താവേ, ആ ദൈവദാസൻ, കർത്താവേ, ആ ദൈവ പൈതൽ ഇങ്ങനെ നശിച്ചു പോകുന്നല്ലോ, അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ആ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവസ്ഥനിൽ ഇടിവിൽ നിൽക്കുവാൻ, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവസ്ഥനിൽ കണ്ണുനീരൊഴുക്കുവാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറാവുന്നുണ്ട്? തിരുവചനത്തിൽ നാം വായിക്കുന്നില്ലേ, ആമേൻ സ്തോത്രം, അങ്ങനെയുള്ളവരെ ആമേൻ തിരിച്ചു വരുത്തുമ്പോ പലരെയും നീതിയിലേക്ക് തിരിക്കുക. ഒരു കാലത്ത് നീതിമാന്മാരായിരുന്നു, നീതികേടിലേക്ക് കൈനീട്ടി ആമേൻ നീതികെട്ടവരായി ജീവിക്കുന്ന ചിലരൊക്കെ ആമേൻ സ്തോത്രം കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്നെങ്കിൽ, ഹല്ലേലൂയ, തിരുവചനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശത്തിലെ ആമേൻ നക്ഷത്രങ്ങളെ പോലെ, പ്രഭ പോലെ ശോഭിക്കുന്ന ഒരു ദിവസമുണ്ട് കർത്താവിന്റെ മുൻപാകെ. എന്റെ ദൈവമക്കളെ, നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ചിലരെയൊക്കെ നീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആമേൻ നശിച്ചു കൊണ്ടിരിക്കുന്ന, നിത്യനാശത്തിലേക്ക് പോകുന്ന ചിലരെയൊക്കെ വീണ്ടെടുത്ത് ആമേൻ രക്ഷകന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ കണ്ണുനീരുണ്ടല്ലോ, മറ്റൊന്നും ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാനേ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂവെങ്കിലും അവൻ ആ പ്രവൃത്തിയെ എന്നേക്കും നീതിയായി കണക്കിടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകളുടെ മേലും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്കൊന്ന് നന്നായി ജീവിക്കാമോ? നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാമോ? നമ്മുടെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ആമേൻ സ്തോത്രം കർത്താവിന്റെ സന്നിധിയിൽ നീതിയായി ജീവിക്കുവാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? പുതിയ നിയമത്തില് ഒരു തിമത്തിയോസിന്റെ അമ്മയും അമ്മൂമ്മയും കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ലോവീസും ആമേൻ ഒരു യൂനിക്കയും. ആമേൻ സ്തോത്രം, ഒരു തിമത്തിയോസിനെ അത്രയും ശ്രേഷ്ഠനായ ഒരു സുവിശേഷനാക്കി തീർത്തത് അമ്മയുടെ അമ്മൂമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആമേൻ ഒരു തലമുറയെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുവാൻ, ഒരു തലമുറയെ കർത്താവിന്റെ സന്നിധി നിർത്തുവാൻ ആമേൻ ദൈവമക്കളെ, നാം ഇനി എത്ര നാൾ ഈ ഭൂമിയിലുണ്ട് സഹോദരിമാരെ? എത്ര ദിവസം നമ്മുടെ ആയുസ്സുണ്ടെന്ന് നാം അറിയുന്നുണ്ടോ? അറിയുന്നില്ല. നാളെ നമുക്കുള്ളതല്ല, ആമേൻ ഇന്ന് നമുക്കുള്ളതല്ല. ഒരു നിമിഷം, ആമേൻ ഇന്ന് പകൽ, ആമേൻ ഒരു അല്പസമയം കഴിഞ്ഞാണോ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് നമുക്കറിയില്ല. ഭക്തൻ പാടുന്നില്ലേ, കർത്തന്റെ കാഹളമൂതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു, വിശ്രമമാസത്തിലാകുമോ നാം ഏതിനും ഒരുങ്ങുക ആത്മാവേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു കൊച്ചായുസ് നമുക്ക് തന്നില്ലേ? ഈ ആയുസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു നല്ല ജീവിതം നമുക്ക് നയിക്കാം. ഹല്ലേലൂയ, നമ്മുടെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ തലമുറ എന്നേക്കും കർത്താവിന്റെ സന്നിധിയിൽ നിലനിൽക്കേണ്ടതിന് അവർക്ക് വേണ്ടി നമുക്ക് നന്നാകാം. അതുകൊണ്ട് തിരുവചനം പറയുന്നത്, സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ മനോഹരമായ ഒരു വചനമുണ്ടല്ലോ, 14:26, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, ആമേൻ അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും.
ഹല്ലേലൂയ. നാം ദൈവഭയത്തോടെ ജീവിച്ചാൽ, നാം ദൈവഭക്തിയോടെ ജീവിച്ചാൽ, നാം കർത്താവിന്റെ സന്നിധി തീഷ്ണതയുള്ളവരായി നിന്നാൽ, നാം കർത്താവിന്റെ സന്നിധി ദൈവജനത്തിന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുന്നവരായി തീർന്നാൽ, ദൈവത്തിന്റെ വചനം പറയുന്നു യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. 112 സങ്കീർത്തനം 2 വാക്യത്തിൽ പറയുന്നു, നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവമക്കളെ, ഇത് നമുക്കുള്ള വാഗ്ദത്തമാ. നാം നേരോടെ നടന്നാൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന്. നാം യഹോവ ഭക്തിയോടെ ഇരുന്നാൽ നമ്മുടെ തലമുറയ്ക്ക് ദൈവത്തിൽ നിന്നുള്ള ശരണം ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത ഒരു വചനം കൂടെ വായിച്ചു കേൾപ്പിക്കട്ടെ. ആവർത്തന പുസ്തകം 5:9-10 വാക്യങ്ങൾ. ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ സഹോദരിമാരെ, ആമേൻ, ഒരു ദൈവം തന്ന ഒരു കുഞ്ഞായുസ്, ഒരു കൊച്ചായുസ്. ആമേൻ. കർത്താവിന്റെ വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, എന്നെ സ്നേഹിച്ച് എന്റെ വചനം പ്രമാണിച്ച് ജീവിക്കുന്നുവെങ്കിൽ 1000 തലമുറ വരെ, 1000 തലമുറ വരെ, ആമേൻ, എന്റെ കർത്താവ് ദയ കാണിക്കും. ദൈവമക്കളെ, നമ്മൾ ഇവിടുന്ന് പോകും, പക്ഷെ നമ്മുടെ ജീവിത നിമിത്തം, നമ്മുടെ പ്രാർത്ഥന നിമിത്തം, നമ്മുടെ ആമേൻ നീതിയുള്ള ജീവിത നിമിത്തം, നമ്മുടെ നേരുള്ള ജീവിത നിമിത്തം നമ്മുടെ തലമുറകൾ നാളുകളിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന്, അവർ കർത്താവിന്റെ സന്നിധി നിലനിൽക്കുമെന്ന്, ആമേൻ, നമ്മോടുള്ള നീതി ദൈവം തന്റെ മക്കളുടെ മേലും നിവർത്തിക്കുമെന്ന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒരു തീരുമാനം എടുക്കാമോ? ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധി നീതിയോടെ ജീവിക്കും. പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു മനുഷ്യനെ കുറിച്ച് ആമേൻ ഉൽപ്പത്തി പുസ്തകം വേഗത്തിൽ പറഞ്ഞ് ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുക. 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ ആമേൻ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുമെന്ന് പറഞ്ഞു. നമുക്കറിയാം ഇവിടെ ആരാ അത് പറയുന്നതെന്ന് അറിയാമോ? നോഹ എന്ന് പറഞ്ഞ വ്യക്തി. ആമേൻ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന് മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിൽ നിന്ന് മുന്തിരിച്ചാറ് കുടിച്ച് ലഹരി പിടിച്ചു കിടക്കുന്നവൻ നോഹ. അവന്റെ വസ്ത്രം മാറിക്കിടന്ന സമയത്ത് അവന്റെ മകൻ ആമേൻ സ്തോത്രം കനാൻ അപ്പന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പൻ വസ്ത്രം മാറി കിടക്കുന്നത് കണ്ടിട്ട് ആമേൻ സ്തോത്രം കനാനല്ല, കനാന്റെ പിതാവായ ഹാം അപ്പന്റെ വസ്ത്രം മാറി കിടക്കുന്നത് കണ്ടിട്ട് അവൻ പുറത്തിറങ്ങി ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരെ വിളിച്ചിട്ട് പറയാ, സഹോദരന്മാരെ, നമ്മുടെ അപ്പൻ നഗ്നനായി കിടക്കുന്നു എന്ന്. ആ സഹോദരന്മാർ ചെയ്തത് എന്തെന്നറിയാമോ? അവർ വേഗം തന്നെ ഒരു വസ്ത്രം എടുത്തുകൊണ്ട് വന്ന് അവൻ മുഖം പിന്തിരിഞ്ഞു നിന്നിട്ട് മുഖം മറച്ചുകൊണ്ട് അവർ അപ്പന്റെ അടുക്കലേക്ക് വന്ന് അപ്പന്റെ നഗ്നത മറച്ചു. നോഹ ഉറക്കമുണർന്നപ്പോൾ തന്റെ മകൻ ചെയ്ത പ്രവൃത്തി, ഹാം ചെയ്ത പ്രവൃത്തി അറിഞ്ഞു. അവിടെ നോഹ പറയുന്ന വാക്ക് അവിടെ പറയുന്നത്, കനാൻ ശപിക്കപ്പെട്ടവൻ. ദൈവമക്കളെ, ആരാ കനാൻ? ഹാമിന്റെ മകനാ കനാൻ. കനാനാണോ അപ്പന്റെ നഗ്നത കണ്ടത്? അല്ല, അപ്പനാ കണ്ടത്. അപ്പനാ ചെന്ന് സഹോദരന്മാരോട് ചെന്ന് പറഞ്ഞത്. ആമേൻ. ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാം, ഒരപ്പൻ ചെയ്ത പ്രവൃത്തി മകൻ ശപിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഒരപ്പൻ ചെയ്ത പ്രവൃത്തി തലമുറയായി എന്നേക്കും നീതിയായി കണക്കിടുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാം. നാം നിമിത്തം നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയാണോ, നാം നിമിത്തം ശപിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? ഹല്ലേലൂയ. ദൈവമക്കളെ, ഒന്നും ചെയ്തില്ലേലും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ദൈവമക്കളെ നമുക്കൊന്ന് നീതിയായി ജീവിക്കാം, നമുക്കൊന്ന് നേരുള്ളവരായി ജീവിക്കാം. മറ്റുള്ളവർ ചെയ്ത പ്രവർത്തികൾ ഒന്നും ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു പരസ്യമാക്കി ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ മുൻപാകെ അപ്രകാരമുള്ള പ്രവൃത്തി ചെയ്യരുത്. ദൈവമക്കളെ, ഹാമിന് അപ്പോൾ തന്നെ വേണമെങ്കിൽ അവന്റെ അപ്പന്റെ നഗ്നത മറയ്ക്കാമായിരുന്നു. അവൻ ആ സഹോദരന്മാരോട് അത് പറയാതിരിക്കാമായിരുന്നു. അവൻ ചെയ്ത ആ പ്രവൃത്തി നിമിത്തം അവൻ ശപിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരപ്പൻ നിമിത്തം ഒരു തലമുറ ശപിക്കപ്പെടുമ്പോൾ മറ്റൊരപ്പൻ നിമിത്തം ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അതെന്നേക്കും തലമുറയായി അവന് നീതിയായി കണക്കിടുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നാം നിമിത്തം നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരു അലക്സാണ്ടറിനെ രൂഫോസിനെ കുറിച്ച് തിരുവചനത്തിൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കുറേനക്കാരനായ ഒരു ശീമോൻ നിർബന്ധത്താൽ മനസ്സോടെയല്ല,
നിർബന്ധത്താൽ ആമേൻ കർത്താവിന്റെ ക്രൂശ് ചുമക്കാൻ വേണ്ടി ഒരുവൻ തയ്യാറായപ്പോൾ ആമേൻ കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ച് ആമേൻ ആ ക്രൂശും ചുമന്നുകൊണ്ട് ആമേൻ സ്തോത്രം ഹാലലു അലക്സാണ്ടറിന്റെ രൂഫോസിന്റെ അപ്പനായ കുറേനക്കാരൻ ആമേൻ കർത്താവിന്റെ പുറകെ ചെന്നു. ആമേൻ സ്തോത്രം കർത്താവിനെ ക്രൂശിക്കുന്ന സ്ഥലം വരെ അവൻ കർത്താവിനെ ക്രൂശുമായി അനുഗമിച്ചു. എന്നാൽ ആ ഒരു പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ അവന്റെ തലമുറയ്ക്ക് ഒരു നന്മയായി തീർന്നുവെങ്കിൽ ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. നിർബന്ധത്താൽ സുവിശേഷം കേട്ടുവെങ്കിലും ആമേൻ തിരുവചനം വായിക്കുന്നല്ലോ, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കുവാനുള്ള നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിർബന്ധത്താലാ ഒരുപക്ഷെ ഈ ക്രൂശ് നാമും വഹിച്ചത്, ഈ സുവിശേഷം നാമും കേട്ടത്, കർത്താവിന് വേണ്ടി നാമും ഇറങ്ങി തിരിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിമാരെ, കർത്താവിന് വേണ്ടി നേരോടെ ജീവിച്ച നമ്മുടെ തലമുറകൾ ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരും. കർത്താവിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ഹല്ലേലൂയ. പിറുപിറുക്കാതെ കർത്താവിന്റെ ക്രൂശ് വഹിക്കുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ആമേൻ. മാതാവിനും പിതാവിനും ഞങ്ങൾ 3 കുഞ്ഞുങ്ങളായിരുന്നു. മൂത്ത മകളാണ് ഞാൻ. ആമേൻ സ്തോത്രം. എന്റെ ഇളയത് ഒരു ആൺകുഞ്ഞ്, അതിന്റെ ഇളയത് ഒരു പെൺകുഞ്ഞ്. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും മാതാവും പിതാവും അടങ്ങിയ സന്തുഷ്ടമായ ഒരു കുടുംബം. വളരെ അനുഗ്രഹത്തോടെ വളരെ സന്തോഷത്തോടെ ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം 1987 ആമേൻ ഞാൻ പ്രീ ഡിഗ്രിക്ക് ആലപ്പുഴ സെയിന്റ് ജോസഫ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പിതാവിന്റെ ബിസിനസ് എല്ലാം തകർന്ന്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് എന്റെ പിതാവിന്റെ ബിസിനസ് എല്ലാം തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ ഞങ്ങള് ആമേൻ വല്ലാത്ത ഒരു അനുഭവത്തിൽ ആമേൻ സമൂഹത്തിന്റെ നടുവിൽ ഒരു ചോദ്യചിഹ്നമായി മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്റെ പിതാവിന്റെ നാട് ആലപ്പുഴയും അമ്മച്ചിയുടെ നാട് കൊല്ലവുമാണ്. എന്റെ പപ്പയുടെ ബിസിനസ് ഒക്കെ കൊല്ലത്തായിരുന്നത് കൊണ്ട് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത് കൊല്ലത്തായിരുന്നു. ആ സമയത്താണ് പപ്പയുടെ ബിസിനസ് ഒക്കെ തകർന്ന അനുഭവത്തിലേക്ക് വന്നത്. ആമേൻ ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം നല്ല സാമ്പത്തികമായി ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ അടുക്കലെല്ലാം എന്റെ മാതാവ് ഞങ്ങൾ 3 കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ആമേൻ സ്തോത്രം. എന്നാൽ ആർക്കും ഞങ്ങളെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയാം, ആമേൻ സ്തോത്രം, നമ്മൾ പലപ്പോഴും മനുഷ്യരിൽ ആശ്രയിക്കും, അവരെന്നെ സഹായിക്കും, ഇവർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഇവർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ നമ്മൾ പലരിലും ആമേൻ ആശ്രയിക്കുവാൻ ശ്രമിക്കും. പക്ഷേ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരത്തോടിരിക്കുന്ന സഹോദരിമാരെ, ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയം വെക്കുന്നുവെങ്കിൽ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്റെ മാതാവ് മനുഷ്യരിൽ ആശ്രയിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആമേൻ താൻ ആശ്രയിച്ച ഇടങ്ങളിൽ നിന്നെല്ലാം തനിക്ക് ആമേൻ സ്തോത്രം ഒരു നല്ല മറുപടി തനിക്ക് ലഭിച്ചില്ല. അവസാനം മാതാവ് ഞങ്ങളെ 3 കുഞ്ഞുങ്ങൾ, പപ്പയും അമ്മച്ചിയും കൂടെ ഞങ്ങളെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ആലപ്പുഴയിൽ വന്നു. ആമേൻ പപ്പയുടെ അപ്പന്റെയും അമ്മയുടെയും കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് തന്നെ ഞങ്ങളെ അവിടെ ആക്കുവാനിടയായി. ഞങ്ങളുടെ ജീവിതത്തിലെ ആ തകർന്ന അനുഭവത്തിന്റെ നടുവിൽ ആമേ സ്തോത്രം അവസാനം അവർ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത്, അവരോടൊപ്പം ബിസിനസ് ചെയ്തവർ ബോംബെയിലുണ്ട്. അവിടെ ചെന്ന് ആ ബിസിനസ്സിൽ മുടക്കിയ പണം തിരിച്ചു ചോദിക്കാം, അവർ തന്നാൽ മടങ്ങി വന്ന് സന്തോഷത്തോടെ കടം വീട്ടി ജീവിക്കാം, ഇല്ല എങ്കിൽ ആമേൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യാം എന്നുള്ളതായിരുന്നു അവരെടുത്ത തീരുമാനം. അങ്ങനെ ആമേൻ ഞങ്ങൾ 3 കുഞ്ഞുങ്ങളെ പപ്പയുടെ അപ്പന്റെയും അമ്മയുടെയും കയ്യിലേക്ക് ഏൽപ്പിച്ച് ഒരു 500 രൂപ എടുത്ത് എന്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, മക്കളെ പപ്പയമ്മ ബോംബെയിലേക്ക് പോവുകയാണ്, 10 ദിവസം മക്കൾ പപ്പയമ്മയെ നോക്കണം, കണ്ടില്ല എങ്കിൽ മരിച്ചെന്ന് കരുതി ആമേൻ പള്ളിയിൽ പോയി മരിച്ചവർക്കുള്ള കുർബാന ചൊല്ലിക്കണമെന്ന് പറഞ്ഞ് 500 രൂപ എന്റെ കയ്യിലേക്ക് തന്ന് ആമേൻ അപ്പാപ്പന്റെ കയ്യിലേക്ക് ഞങ്ങൾ 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു. ആമേൻ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്, ഞങ്ങൾ മരിച്ചെന്നറിഞ്ഞാൽ ഈ 3 കുഞ്ഞുങ്ങളെ അനാഥാലയത്തിലാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ 3 പേരെയും കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഞങ്ങളുടെ മാതാവും പിതാവും ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഈ ലോകത്തിലെ ബന്ധങ്ങളും സ്നേഹങ്ങളും എല്ലാം ഇത്രയേ ഉള്ളൂ. നമ്മളോട് ഒരുമിച്ച് നിൽക്കുമെന്നും നമ്മളെ സ്നേഹിക്കുമെന്നും അവസാനത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ പലരും ഹല്ലേലൂയ ഒരുപക്ഷെ നമ്മുടെ ഭർത്താവാകാം, ആമേൻ സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങളാകാം, നമ്മുടെ മാതാപിതാക്കന്മാരോ സഹോദരന്മാരോ ആകാം, സഹോദരങ്ങളോ ആകാം, ബന്ധങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ആമേൻ സ്തോത്രം. ജീവിതത്തിൽ നമ്മെ സഹായിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ പലപ്പോഴും ആമേൻ കടന്നു വരാം. എന്നാൽ അതിന്റെ നടുവിലും കൈവിടാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. സ്തോത്രം. തിരുവചനത്തിൽ നമ്മൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം വായിക്കുന്നുണ്ട്, എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീയാണെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു തിരുവചനമുണ്ട്, കർത്താവേ എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ താങ്ങി, അവിടെ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് നീ
നീയാണ്. ഹല്ലേലൂയ. എന്നിട്ട് എന്റെ അപ്പൻ പറയാണ്, കുഞ്ഞേ നീ നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാമെന്ന്. ഹല്ലേലൂയ. വാർദ്ധക്യവും നരയുമുള്ള കാലത്തും ഞാൻ നിങ്ങളെ തള്ളിക്കളയത്തില്ലെന്ന്. ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ എത്ര നാൾ എടുത്തുകൊണ്ടു നടക്കാൻ കഴിയും? ഒരുപക്ഷെ ഒരു 10 വയസ്സ് വരെ എടുക്കാമായിരിക്കും അല്ലെ, അമ്മ ആരോഗ്യമുള്ളവളാണെങ്കിൽ. ഹാലലുയ. അത് കഴിയുമ്പോ അമ്മ പറയും, കുഞ്ഞെ എനിക്ക് ഒട്ടും നിന്നെ പൊക്കാൻ കഴിയത്തില്ല, ഇനി എനിക്ക് നിന്നെ എടുക്കാൻ കഴിയത്തില്ല മോനെ മോളെ എന്ന് പറഞ്ഞ് അവര് നമ്മളെ താഴെ വെക്കും. എന്നാൽ എന്റെ അപ്പൻ പറയാ, അമ്മയുടെ ഉദരത്തിൽ നീ കിടന്ന സമയമുണ്ടല്ലോ, എന്റെ കരമാണ് നിന്നെ അവിടെ താങ്ങിക്കൊണ്ടിരുന്നത്. ആമേൻ. അമ്മ ആ 10 മാസവും നിന്നെ ചുമന്നുകൊണ്ട് നടന്നപ്പോൾ, ആമേൻ, നീ അമ്മയല്ല, അമ്മയുടെ ഉദരമല്ല നിന്നെ ചുമന്നത്, അവിടെ എന്റെ കരമാണ് നിന്നെ വഹിച്ചുകൊണ്ട് നടന്നത്. മറിച്ച് അത് മാത്രമല്ല, ആ ഉദരത്തിൽ നിന്ന് പുറത്തെടുത്തതും ഞാനാ. ആമേൻ. ആ ഞാനുണ്ടല്ലോ, ആമേൻ, നീ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാം. ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശാരീരികമായി ബലഹീനത അനുഭവിക്കുന്നവർ, ആമേൻ, പലപ്പോഴും കുഞ്ഞുങ്ങൾ ഒറ്റപ്പെടുത്തി കളഞ്ഞ്, എനിക്കറിയാം ഒത്തിരി ആന്റിമാരെ, എനിക്കറിയാം ഒത്തിരി ആന്റിമാർ, ആമേൻ, മക്കളുണ്ട്, ഭർത്താവുണ്ട്, പക്ഷേ ഒരു വീടിനകത്ത് തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന എത്രയോ ആന്റിമാരുണ്ടെന്ന് അറിയാമോ? എന്റെ പ്രിയപ്പെട്ട ദാസിമാരെ, ആന്റിമാരെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയാ, കുഞ്ഞെ ഞാൻ നിന്നെ എടുത്തോളാമെന്ന്, ഞാൻ നിന്നെ ചുമന്നുകൊള്ളാമെന്ന്. വാർദ്ധക്യം നരയുമുള്ള കാലത്തും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മാതാപിതാക്കന്മാർ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഹല്ലേലൂയ. സ്തോത്രം. അവർ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബോംബെയിലേക്ക് ട്രെയിൻ കയറുവാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്റെ പിതാവിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. ആമേ സ്തോത്രം, ഈ ബിസിനസ് പാർട്ട്നേഴ്സിനെ വിളിക്കാം. ആമേ സ്തോത്രം, അവരുടെ നിലപാട് എന്താണെന്ന് അറിയാമെന്ന്. എന്റെ പപ്പ അവരെ വിളിച്ചപ്പോൾ എന്റെ പപ്പയ്ക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, തങ്കച്ചൻ ഇവിടെ വന്നാൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും. ആമേ. അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. രണ്ടുപേരും കൂടെ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് ബസ് കയറി. അവർ ലക്ഷ്യം അവിടെ ചെന്ന് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യണം. അന്ന് രാത്രി അവിടെ ഒരു സിമന്റ് ബെഞ്ചിൽ, അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഇവർ പോകുന്ന വഴിയിൽ അവർ കയറിയ ബസ്, ആമേൻ, അവിടെ അതിനകത്തിരുന്ന് എന്റെ അമ്മച്ചി കരയാണ്. തന്റെ ജീവിതത്തിൽ താൻ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും തങ്ങളെ കൈവിട്ടു. ഇനി ആത്മഹത്യ മാത്രമേ മുമ്പിലുള്ളൂ. എന്റെ കുഞ്ഞുങ്ങളുടെ ഗതി എന്താകും? ഇതെല്ലാം ഓർത്ത് മാതാവ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ആ ബസിന്റെ ഫ്രണ്ടിലത്തെ ചില്ലിൽ ഒരു വചനം കണ്ടു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽ ഈ മീറ്റിംഗിലായിരിക്കുന്ന ഓരോ കർത്തൃദാസിമാരോടും എന്റെ അപ്പച്ചന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ, കുഞ്ഞെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ തിരുവചനം കണ്ടപ്പോൾ എന്റെ അമ്മച്ചി, അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആ ചോദ്യവുമായി, ആമേൻ, അവരന്ന് ഫോർട്ട് കൊച്ചിയിലെത്തി. രാത്രി മുഴുവനും ഒരു സിമന്റ് ബെഞ്ചിൽ പോയി അവരവിടെ ഇരിക്കുകയാണ്. അവിടുത്തെ തിരക്കൊഴിഞ്ഞിട്ട് വേണം അവർക്ക് അവിടെ ആത്മഹത്യ ചെയ്യുവാൻ. എന്നാൽ ആമേൻ, രാത്രി ആയപ്പോൾ ധാരാളം ചീനവല വലിക്കുന്ന ആൾക്കാരുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്, ധാരാളം പോലീസുകാർ അതിലെ റോന്ത് ചുറ്റി നടക്കുന്നു. ഇവർക്ക് ആ കടൽ തീരത്തേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. അവിടെയുള്ള ഒരു സിമന്റ് ബെഞ്ചിലിരുന്ന് അവർ രാത്രി മുഴുവൻ കഴിച്ചു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവർ തിരിച്ചിറങ്ങി അവിടെ നിന്നും മറ്റെവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യാമെന്നുള്ള ലക്ഷ്യത്തോടെ. ആമേൻ. യാദൃച്ഛികമെന്ന് തോന്നാമെങ്കിലും തലേ ദിവസം ഏത് ബസ്സിനാണോ അവരവിടെ വന്നത്, അതേ ബസ്സിൽ ദൈവം അവരെ കയറ്റുവാനിടയായി. അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 1987 ജൂൺ മാസം 17, അന്ന് ആ പിറ്റേ ദിവസം, ആമേൻ, എന്റെ മാതാവും പിതാവും കൂടെ കയ്യിലിരുന്ന സൂട്ട് കേസിനകത്ത് അഡ്രസ് എഴുതി വെച്ചു. കടഭാരം മൂലം ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, ഞങ്ങളുടെ ജഡം ഈ അഡ്രസ്സിൽ കുഞ്ഞുങ്ങളുടെ അടുക്കൽ എത്തിക്കണമെന്ന് എഴുതി വെച്ച് തോപ്പുംപടിയില്, ആമേൻ, ഒരു കൊച്ചു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളിയുടെ അകത്തേക്ക്, ആമേൻ സ്തോത്രം, അവര് ആ പെട്ടി കയറ്റി വെച്ചിട്ട് രണ്ടുപേരും കൂടെ തോപ്പുംപടി പാലത്തിൽ വന്നു. അവിടെ ആമേൻ അമ്മച്ചിയുടെ സാരിയുടെ മുന്താണി എടുത്ത് പപ്പയുടെ കയ്യിൽ കെട്ടി, ആമേൻ, താഴത്തേക്ക് ചാടുമ്പോൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ മരിച്ചു കിടക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്. ആമേൻ. പപ്പ ആ പാലത്തിന്റെ കൈവിരയുടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്ന് എന്റെ മാതാവിന്റെ കയ്യിൽ പിടിച്ചു വലിക്കുന്ന ആ ഒരു നിമിഷം, പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ ഇവരുടെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തി. അതിലിരുന്ന് ഒരു മനുഷ്യൻ ഓടി വന്ന്, ആമേൻ, ഇവരുടെ കൈകൾ പിടിച്ചു വലിച്ച് ആ ഓട്ടോടകത്ത് കയറ്റി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞാൻ 10ാം ക്ലാസ് വരെയും പഠിച്ചത് കൊല്ലത്തായിരുന്നു എന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ഏകദേശം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള റോഡിലൂടെ ഒരു പ്രാകൃതനായ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ച എന്റെ പപ്പ കണ്ടു. ആ മനുഷ്യനെ ചെന്ന് പരിചയപ്പെട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആരും സഹായിക്കാനില്ലാതെ, സ്തോത്രം, ദൈവം, ആ മനുഷ്യൻ ഒത്തിരി വേദനയോടെ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം പപ്പയോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം തരുമോ? എനിക്ക് ആരുമില്ല. അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ആശ്രയം കൊടുത്തു. ഞങ്ങളുടെ വീടിന്റെ ഔട്ട് ഹൗസിൽ അദ്ദേഹത്തിന് ഒരു താമസ സൗകര്യം ഒരുക്കി. അദ്ദേഹത്തിന് ഒരു
ജോലിയും വാങ്ങിച്ചു കൊടുത്തു. ചില നാളുകൾ ആ മനുഷ്യൻ ഞങ്ങളോട് ഒരുമിച്ച് ജീവിച്ച് തന്റെ ജീവിതത്തെ താൻ രക്ഷപ്പെട്ടു എന്ന് കണ്ട ഒരു സമയത്ത് ചില നാളുകൾ കഴിഞ്ഞ് ആ മനുഷ്യൻ തന്നെ ഒരു ദിവസം പപ്പയോട് പറഞ്ഞു, ചേട്ടാ ഞാൻ പോവുകയാ, എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്, എനിക്ക് അവരെ കാണണം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഞാൻ വളരെ ഓടിച്ച് എന്റെ സാക്ഷ്യം പറയുകയാണ്. സ്തോത്രം. പല കാര്യങ്ങളും ഇതിനകത്ത് ഞാൻ വിട്ടു പറഞ്ഞുകൊണ്ടും വേഗത്തിൽ നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. ഹാലലുയ. അദ്ദേഹം അങ്ങനെ ഞങ്ങളെ വിട്ട് കടന്നുപോയി. എന്നാൽ ദീർഘവർഷങ്ങൾ കഴിഞ്ഞ് 1987 ജൂൺ മാസം 17-ാം തീയതി രാത്രി എന്റെ മാതാവിനെയും പിതാവിനെയും രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ആ പാലത്തിനടുത്തേക്ക് ഓട്ടോടകത്ത് കൊണ്ടുവന്ന മനുഷ്യൻ അന്ന് പപ്പ അഭയം കൊടുത്ത മെൽവിൻ എന്ന് പേരുള്ള കൊച്ചിയിലുള്ള ആ ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നില്ല, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചു. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട കർത്തൃദാസിമാരെ, ചില വിഷയങ്ങളുടെ നടുവിൽ ഭാരത്തോടെ ഇന്ന് പകലും നിങ്ങളായിരിക്കുന്നു, അത് ദൈവം കാണുന്നു. സ്തോത്രം. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മുടെ ഓമന പേർ ചൊല്ലി വിളിച്ച ഞാനാണ് നിനക്ക് പേരിട്ടത്, ഞാനാണ് നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചത് എന്നരുളി ചെയ്ത് എന്റെ കർത്താവ് പറയുന്നു. നീ തകർന്നു പോകുവാൻ, നീ മുടിഞ്ഞു പോകുവാൻ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു പോകുവാൻ ഒരു നാളും എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. അന്ന് രാത്രി മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ആ മനുഷ്യനെ ദൈവം കൊണ്ടുവന്നു. ദൈവത്തിന്റെ പ്രവൃത്തി എത്രയോ വിചിത്രമാണ്. ഹാലലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവേ ഞങ്ങൾക്ക് ഇതൊക്കെ അത്ഭുതമായിട്ട് തോന്നുക. ഹാലലൂയ. ഇസ്രായേൽ ജനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവർ പറയുക, ഞങ്ങൾക്ക് അത്ഭുതമാണെന്ന് തോന്നുക, ഇത് ഞങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നുകയാണെന്ന് അവർ പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം തന്റെ ഭക്തന്മാരെ വിടുവിക്കുവാൻ വേണ്ടി സ്തോത്രം ഒരു മനുഷ്യനെ അവിടേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടുവെങ്കിലും എന്റെ പിതാവ് ഒരു മാനസിക രോഗിയെ പോലെ ആയിത്തീർന്നു. തന്റെ മനസ്സിന്റെ ആ ഒരു ലെവല് മാറി. താന് അമ്മച്ചിയുടെ പുറകിൽ പോയി ഒളിച്ചിരുന്നിട്ട് പറയാ, ജെസ്സി നീ എന്നെ പിടിച്ചോണേ, പോലീസുകാർ വരും, കടക്കാർ വരും, എന്നെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് എന്റെ മാതാവിന്റെ പുറകിൽ പോയി ഒളിക്കുന്ന ഒരു പിതാവിനെയാ പിന്നീട് എന്റെ മാതാവിന് കാണുവാൻ കഴിഞ്ഞത്. എന്റെ അമ്മച്ചി തകർന്നു പോയി. പപ്പയുടെ ബലത്തിലാണ് ഇത്രയും ദിവസം അമ്മച്ചി ജീവിച്ചത്. എന്നാൽ ആ ബലം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇനി ഞാൻ എന്ത് ചെയ്യും? ദൈവമേ, എന്തിനിങ്ങനെ ഒരു ജീവിതം തന്നു? ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നെന്ന് ചോദിച്ചുകൊണ്ട് മെൽബിനങ്ങളുടെ വീടിന്റെ ഒരു കൊച്ചു മുറിയുടെ അകത്ത് കയറി എന്റെ മാതാവ് ആർത്ത് ദൈവത്തോട് നിലവിളിച്ച സമയത്ത് ബസ്സിനകത്ത് കണ്ട ദൈവവചനം, എന്റെ കർത്താവ് സാന്നിധ്യമായി ദൈവവചനം ഒരു സാന്നിധ്യമായി എന്റെ അമ്മച്ചിയുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മകളെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഇരുമായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്നതാണ് ആ ദൈവത്തിന്റെ വചനം. അന്ന് പകൽ ബസ്സിനകത്ത് കണ്ട അതേ വചനം ഹാലലൂയ എന്റെ മാതാവിനോട് സംസാരിക്കാൻ തുടങ്ങി, മകളെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ വചനം ശബ്ദമായി തന്റെ ശ്രവണപുടങ്ങളിൽ പതിച്ചപ്പോൾ സ്തോത്രം തന്റെ ഹൃദയത്തിനകത്തത് തനിക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഒന്ന് മനസ്സിലായി. പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, അവരുടെ കൂടെ പോയി പ്രാർത്ഥിച്ചാൽ ഒരു സമാധാനം കിട്ടുമെന്ന്, അവരുടെ നടുവിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. എന്റെ ദൈവമക്കളെ, നമുക്കറിയില്ല നമ്മുടെ മഹത്വം എന്താണെന്ന്. ജാതികൾ പറയുന്നുണ്ട് കേട്ടോ, അവര് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ, പെന്തക്കോസ്തുകാര് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാ അനേകരും നമ്മളെ പ്രാർത്ഥനക്കാരെന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾക്ക് വന്നിട്ട്, സിസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, സിസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പലരും വന്ന് പറയാറില്ല. കാരണം എന്തെന്നറിയാമോ? യഹോവ ദൈവമായിരിക്കുന്ന ജാതിയാ നമ്മള്. സ്തോത്രം. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമുക്ക് മറുപടി തരുവാൻ തക്കവണ്ണം ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്നാ ദൈവത്തിന്റെ വചനത്തിൽ ചോദിക്കും. ദൈവമക്കളെ, നമ്മൾ ആരാ? നമ്മുടെ അപ്പൻ അടുത്തിരിക്കുകയാണെന്ന് വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഉത്തരം തരുവാൻ തക്കവണ്ണം നമ്മുടെ അപ്പൻ അടുത്തുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ അപ്പനോടൊന്ന് പറയാമോ? നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടൊന്ന് പറയാമോ? അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ പെന്തക്കോസ്തുകാരെ വെറുത്തിരുന്ന എന്റെ അമ്മച്ചി, പെന്തക്കോസ്തുകാരെ ഓടിച്ചു കളഞ്ഞിരുന്ന എന്റെ അമ്മച്ചി ആദ്യമായി പെന്തക്കോസ്തുകാരെ തേടി ചെല്ലുക. ആരും സുവിശേഷം പറഞ്ഞിട്ടല്ല, ആരും വന്ന് വിളിച്ചിട്ടല്ല, അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. ദൈവത്തെ അന്വേഷിക്കാവുന്ന സമയത്ത്, കണ്ടെത്താകുന്ന സമയത്ത് അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് അവർ ആലയത്തിൽ ചെല്ലുവാനിടയായി. അവിടെ ചെന്ന് ആ കർത്താവിന്റെ ദാസന്മാരോട് ഒരു കൂട്ടായ്മ നടക്കുകയായിരുന്നു. സ്തോത്രം. തോക്കുംപടിയിൽ കഴുത്തുമുട്ടെന്ന് പേരുള്ള സ്ഥലമുണ്ട്. അവിടുത്തെ ചച്ചക്കൊടി
ചെന്നു. അവിടുത്തെ ആലയത്തിൽ ചെന്ന് ദൈവദാസന്മാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾ സമാധാനമില്ലാത്തവരാ. കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞു, സഹോദരി, ഞങ്ങൾക്ക് നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയില്ല, സമാധാനം തരുന്ന ഒരുവനുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്ന നസറേനായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. അങ്ങനെ സമാധാനം തരുന്ന കർത്താവിന്റെ സന്നിധിയിൽ എന്റെ മാതാപിതാക്കന്മാർ മുട്ടുമടക്കി. അന്ന് ദൈവമക്കളുടെ മുൻപിൽ അവർ മുട്ടുമടക്കി കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ മക്കളായി തീരുവാൻ ദൈവം കൃപ കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അങ്ങനെ ദൈവമക്കളായി തീരുവാനുള്ള ഭാഗ്യം കർത്താവ് അവർക്ക് കൊടുത്തു. ചില ദിവസങ്ങൾ കഴിഞ്ഞാണ് ആമേൻ ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ മാതാവും പിതാവും ജീവനോടെ ഉണ്ടെന്ന്. ഞാൻ ചുരുക്കി പറയട്ടെ, ആമേൻ, ഞങ്ങളെ ആമേൻ ആലപ്പുഴയിൽ നിന്നും ആമേൻ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. ആ പപ്പയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു അല്പം പൈസ കൊണ്ട് ദൈവമക്കൾ അവിടെ ഒരു കൊച്ചു മുറി എടുത്തു കൊടുത്തു. ആമേൻ, ആ മുറിയുടെ അകത്ത് ഞങ്ങൾ 5 പേരും കൂടെ ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുക, ഒരു പുതിയ ജീവിതം, കർത്താവിനോടൊപ്പമുള്ള ജീവിതം, കർത്താവിനെ അറിയുവാനുള്ള ഒരു ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നു. ആമേൻ, മാതാപിതാക്കന്മാരുടെ അടുക്കൽ വന്ന് കൂട്ടായ്മയിൽ ചെന്ന് ആമേൻ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് രുചിച്ചറിയുവാൻ, ആ കർത്താവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതവും സമർപ്പിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ആമേൻ, വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ ഒരു ഉരുപ്പടി കിട്ടുമെന്ന് ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഇനി സമാധാനമാ, സന്തോഷമാ. പക്ഷേ ആമേൻ, ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുമിച്ച് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, എന്റെ പപ്പയ്ക്ക് ഒരു വരുമാന മാർഗമില്ല, ഞാൻ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുക്കും, എന്റെ കുഞ്ഞനുജൻ പത്രം ഇടാൻ പോകും. ഒരു വരുമാനം കൊണ്ട് ഞങ്ങൾ ജീവിക്കുമ്പോഴാണ് ചിക്കൻ ബോക്സ് വന്നത്. ആരും സഹായിക്കാനില്ല. ഞങ്ങളുടെ ഒരു സഭയിലെ ഒരു സഹോദരൻ 10 കിലോ അരി കൊണ്ടുവന്ന് ഒരു ദിവസം വീടിന്റെ മുറ്റത്ത് വെച്ചിട്ട് പോയി. അത് കഞ്ഞി ഉണ്ടാക്കി കുടിക്കും. ഒരു ഉപ്പില്ല, മുളകില്ല, ആമേൻ, ഒരു സവാളയില്ല, ഉള്ളിയില്ല, ഒന്നുമില്ല ഞങ്ങളുടെ വീട്ടില്. ആമേൻ, സ്തോത്രം. എന്റെ കുഞ്ഞാങ്ങളെ കഞ്ഞി കുടിക്കാൻ കഴിയാതെ ആമേൻ വായി മുഴുവൻ വ്രണം വന്ന് നിറഞ്ഞ് ആമേൻ അവൻ കരഞ്ഞ് പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്ക് ഒരു കവർ ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരുമോ? പപ്പയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല. തൊട്ടടുത്ത കടയിൽ ചെന്ന് ചോദിച്ചപ്പോ വരുത്തന്മാർക്ക് കൊടുക്കാൻ ബിസ്ക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പപ്പയെ ഇറക്കി വിട്ടു. ആമേൻ, തിരിച്ചു വന്ന പപ്പ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് 2 രൂപ കടം വാങ്ങി നേരെ എറണാകുളം സിറ്റി ഹോസ്പിറ്റലിൽ പോയി 165 രൂപയ്ക്ക് എന്റെ പപ്പയുടെ ഒരു കുപ്പി രക്തം വിറ്റ് ആമേൻ ഞങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുവാനിടയായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, ഈ ലോകത്തിലെ ഒരു പിതാവ് തന്റെ മക്കൾക്ക് ആമേൻ ഒരു നിമിഷത്തെ അവരെ ഒന്ന് പോറ്റുവാൻ വേണ്ടി, അവരുടെ പ്രാണൻ നിലനിർത്തുവാൻ വേണ്ടി ആമേൻ തന്റെ ഒരു കുപ്പി രക്തം വിറ്റെങ്കിൽ, സ്വർഗസ്ഥനായ നമ്മുടെ കർത്താവ്, ആമേൻ അരുമരക്ഷകനായ നമ്മുടെ കർത്താവ് തന്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്നില്ലേ? നമ്മുടെ പ്രാണന്റെ വിടുതലിന് വേണ്ടി, നിത്യജീവൻ നമുക്ക് നൽകുവാൻ വേണ്ടി. ഇന്ന് പകൽ ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ ആ കഷ്ടതയുടെ നടുവിൽ എന്റെ അപ്പന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. ഞങ്ങൾക്ക് ഒന്നറിയാമായിരുന്നു, ഞങ്ങൾ കണ്ടെത്തിയ ദൈവം, അവൻ എന്റെ ഉപനിധി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. അങ്ങനെ ഈ ക്രിസ്തുവിന്റെ സ്നേഹം അറിയുവാൻ, കർത്താവിന്റെ കൃപ അനുഭവിച്ചറിയുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ കൃപ തന്നു. ദൈവം ഞങ്ങളെ മാനിച്ചു. കഷ്ടതകൾ എന്നുമില്ല ദൈവമക്കളെ. ഈ കഷ്ടത മാറും. ആമേൻ, ഈ നിന്ദ മാറും, ഈ നെടുവീർപ്പുകൾ മാറും. ദൈവം നിശ്ചയമായ ഒരു ശുഭകാലം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കും. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചത് കൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവമുൻപാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനായ ദൈവം ഇന്ന് പകൽ ആമേൻ നമ്മളോട് സംസാരിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതെന്നേക്കും തലമുറയായി ആമേൻ അവന് നീതിയായി കണക്കിടും. കണക്കിട്ടിരിക്കുന്നു. അവന് മാത്രമല്ല, അവന്റെ തലമുറയ്ക്കും കൂടെ നീതിയായി കണക്കിടുവാൻ ഒരു ഫീനഹാസിന്റെ പ്രവൃത്തി ഇടയാക്കി തീർത്തെങ്കിൽ, നിശ്ചയമായിട്ടും നമ്മുടെ നീതി, നമ്മുടെ നേരുള്ള ജീവിതം, നമ്മുടെ നിഷ്കളങ്കമായ ജീവിതം നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. തലമുറയായി നമ്മുടെ മക്കൾക്കും നമ്മുടെ മക്കളുടെ മക്കൾക്കും ഒരു സിന്ധു നന്നായി ജീവിച്ചത് കൊണ്ട് അവളുടെ മക്കളുടെ മക്കളും അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയത്തക്കവണ്ണം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് എത്ര വിശുദ്ധനാണ്. നമ്മുടെ കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായി, ആമേൻ, നമ്മുടെ പ്രതികൂലങ്ങളുടെ ഏറ്റവും അടുത്ത തുണയായി നിൽക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ആമേൻ, ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, ഏത് പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുന്നു അതിനൊരു പരിഹാരം തരുന്നവൻ ഇന്ന് പകലും നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. അന്ത്യത്തോളം നടത്തുവാൻ, ആമേൻ, ഹല്ലേലൂയ, നിത്യതയിൽ എത്തുന്നത് വരെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ആ കർത്താവിന്റെ കരത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ പിതാവേ,
ഞങ്ങൾക്ക് തന്നെ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോപ്പാ. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന അങ്ങയുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾ ഫേബസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിംഗപ്പൂരിലെ കർത്താവെ ആ ചർച്ചിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എബനേസർ കർത്താവെ ആ ചർച്ചിനെ ഓരോ ദൈവമക്കളെ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ സൂം കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടപ്പാ. ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടപ്പാ. അതിനായി ദൈവം ഞങ്ങളെ സഹായിക്കണേ. ഈ ഭൂമിയിൽ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ, അങ്ങയുടെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ കർത്താവേ ഇന്ന് കൂട്ടായ്മയിലായിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരത്ത് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ്.